ഓക്കെ. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ആക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, കാണാമല്ലോ എല്ലാരെയും. നിർബന്ധമില്ല, പറ്റുന്നവര് പറ്റുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് മലയാളം ഓപ്ഷണലിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് ഇപ്പൊ ഈ ക്ലാസ്. അപ്പൊ എന്താണ് ഒരു സിവിൽ സർവീസ് എക്സാമിൽ ഓപ്ഷണലിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ മലയാളം ഓപ്ഷണലിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്, എങ്ങനെ നമ്മൾ മലയാളം ഓപ്ഷണൽ എടുത്ത് പഠിക്കണം, അതിന്റെ സിലബസ് വലുതാണോ ചെറുതാണോ, പഠിക്കാൻ നമുക്ക് എളുപ്പമാണോ, ആർക്കൊക്കെയാണ് മലയാളം ഓപ്ഷണലിൽ എടുക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഓപ്ഷണൽ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറെ ഡൗട്ടുകളാണല്ലേ, എങ്ങനെയാണ് ഓപ്ഷണൽ സെലക്ട് ചെയ്യേണ്ടത്. ഇനി മലയാളം ഓപ്ഷണൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും, അത് വരുന്ന എടുക്കണം അല്ലെങ്കിൽ എടുക്കണ്ടേ. ഇപ്പൊ ഫ്രണ്ട്സ് വേറെ ഓപ്ഷനിലായിരിക്കും, അപ്പൊ ഫ്രണ്ട്സ് പറയും ഈ ഓപ്ഷണൽ നല്ലതാടാ, അപ്പൊ നമ്മൾ വിചാരിക്കും അത് നല്ലതായിരിക്കുമോ. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പൊ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് മലയാളം ഓപ്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആണ് ഉണ്ടാവുക, ആ ഡൗട്ട്സ് എങ്ങനെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തണം, എത്രത്തോളം ക്ലാരിറ്റി വരുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് സിലബസ് ആണല്ലോ നമ്മൾ ആദ്യം നോക്കുക. ഏതൊരു ഓപ്ഷനിൽ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം സിലബസ് ആണ് നോക്കുക. അപ്പൊ നമ്മളുടെ മലയാളം ഓപ്ഷണലിന്റെ സിലബസ് വളരെ ചെറുതാണോ അതോ വളരെ വലുതാണോ, പിന്നെ എല്ലാ വർഷവും എങ്ങനെയാണ് അതിന് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ എടുത്താൽ മാത്രം പോരാ അല്ലേ, നമുക്ക് UPSCയുടെ റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം റിസൾട്ടുകൾ ഉണ്ടാവുന്നു എന്ന് അറിയണം. അപ്പൊ എങ്ങനെയാണ് റിസൾട്ടുകൾ ഉണ്ടാവുന്നത്, എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം കുട്ടികൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഓപ്ഷണൽ മലയാളം വെച്ചിട്ട്, പഠിക്കാൻ എങ്ങനെയാണ്, എത്ര സമയം കൊണ്ട് പഠിച്ചെടുക്കാം, ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകളും. ഇതൊക്കെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിലബസിൽ നിന്നുള്ള കുറച്ച് ടോപ്പിക്സ് എടുത്തിട്ട് പഠിക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഒരു സെഷനും പിന്നീടുള്ള ക്ലാസ്സുകളുടെയും ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് പോകുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഞാൻ സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഒക്കെ ഒന്ന് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യണേ. വാഹിർ, അതുപോലെ തന്നെ കാർത്തിക, ഷാനി അല്ലേ? ഓക്കെ, ഷാനി, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാനി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ സിവിൽ സർവീസ് പരീക്ഷയിലെ ഐച്ഛിക വിഷയം, അതായത് മലയാളത്തിന്റെ പ്രാധാന്യം എത്രത്തോളാണ്, അല്ലെങ്കിൽ ഏതൊരു ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളാണെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. നിങ്ങൾക്കറിയാം, മെയിൻസ് എക്സാമിന് നമുക്ക് 9ഓളം പേപ്പറുകളാണ് ഉള്ളത് അല്ലെ. 9 പേപ്പർ ഉണ്ട്. GS1, GS2, GS3, GS4, ഒരു essay പേപ്പർ, പിന്നെ ഓപ്ഷണലിന്റെ 2 പേപ്പർ, പിന്നെ നമ്മുടെ ഒരു ലാംഗ്വേജ് പേപ്പറും ഒരു കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പറും അല്ലെ. ഇത്ര ആണല്ലോ നമുക്ക് മെയിൻസ് പരീക്ഷയിൽ വരുന്നത്. അപ്പൊ നമുക്ക് പ്രിലിംസിന് 2 പേപ്പർ ഉണ്ട്, GS-ഉം അതുപോലെ തന്നെ CSAT-ഉം. ഇവിടെ നമുക്ക് എന്തില്ല, ഓപ്ഷണലിന് യാതൊരു സ്കോപ്പും ഇല്ല. ഇപ്പൊ GS-ലാണെന്നുണ്ടെങ്കിൽ ജനറൽ സ്റ്റഡീസ് സബ്ജക്റ്റുകളാണ് ഉള്ളത്. CSAT-ലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ റീസണിങ്, മാത്സ് ആണ് ഉള്ളത് അല്ലെ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴാണ് മെയിൻസിലാണ് നമുക്ക് ഓപ്ഷണലിന്റെ പ്രാധാന്യം വരുന്നത്. അതും നമുക്ക് കുറച്ചൊന്നും അല്ല അല്ലെ. 2 പേപ്പർ, അത് ഏകദേശം 2 പേപ്പറിലും 250, 250 മാർക്ക് വീതം 500 മാർക്ക് വരുന്ന 2 പേപ്പറുകളാണ് നമുക്ക് ഓപ്ഷണൽ വരുന്നത്. ഇപ്പൊ GS ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പകരം UPSC തന്നിട്ടുള്ള സിലബസ് വെച്ച് പഠിക്കാനല്ലേ പറ്റുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷണൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് 500 മാർക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഏത് പഠിക്കണം, എത്രത്തോളം മാർക്ക് വാങ്ങണം എന്നുള്ള അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ആണല്ലേ. നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഓപ്ഷണലിന്റെ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, അത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പൊ മെയിൻസിലാണ് നമ്മുടെ ഓപ്ഷണലിന്റെ പ്രാധാന്യം വരുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അവിടെ നമുക്ക് മെയിൻസ് ക്ലിയർ ചെയ്യുന്നതിൽ ഇപ്പൊ GS1, GS2, GS3, GS4-ഉം essay പേപ്പറും എല്ലാവർക്കും ഒരുപോലെയാണ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നത്, എല്ലാവരും പഠിക്കുന്നത് സെയിം ആയിരിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എടുക്കുന്ന നമ്മുടെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ പറ്റുന്നതാണ് നമുക്ക് നമ്മുടെ ഐച്ഛിക വിഷയം എന്ന് പറയുന്നത്, അതായത് ഓപ്ഷണൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഓപ്ഷണലിനെ പഠിക്കുന്നതിനനുസരിച്ചും എത്രത്തോളം നമ്മൾ എഴുതുന്നോ എന്നുള്ളതനുസരിച്ചും എന്തുണ്ടാവും,
നമുക്കത് മാർക്ക് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് താല്പര്യവും നോക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷണൽ സെലക്ട് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണോ ഓപ്ഷണൽ ആയിട്ട് എടുക്കേണ്ടതെന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, നമുക്ക് പഠിക്കാനുള്ള എന്താ പറയാ താല്പര്യമുണ്ടോ, പഠിക്കാനുള്ള താല്പര്യമുണ്ടോ, കുറച്ച് എഫേർട്ട് നമ്മൾ ഏത് ഓപ്ഷനിൽ എടുത്താലും ഇടേണ്ടി വരും. ഓപ്ഷണലിൽ നമ്മൾ GS-നേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. ബിക്കോസ് GS എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് ആണ്, ഒരു സർഫസ് ലെവലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷണലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് ആണ്. സോ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഇൻഡെപ്തിൽ പഠിക്കേണ്ടതായിട്ട് വരും. ഇൻഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് അവിടെ നമ്മുടെ ഇൻട്രസ്റ്റ് ഭയങ്കര മാറ്റർ ആണ്. കാരണം ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പഠിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിനെ അത് എഫക്ട് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ റാങ്കിനെ എഫക്ട് ചെയ്യും. നമുക്ക് വരുന്ന നമ്മൾ ലിസ്റ്റിൽ വരണോ വേണ്ടയോ എന്നുള്ളതും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റാങ്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് അത് എഫക്ട് ചെയ്യും. നമ്മുടെ ഓപ്ഷണലിലെ മാർക്ക് കുറവാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നത് മാറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു ഓൾറെഡി 500 മാർക്കിലാണ് നമ്മുടെ ഓപ്ഷണൽ വരുന്നത് അല്ലേ? ഇപ്പൊ പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടാവും, എല്ലാ ഓപ്ഷണലിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ പെട്ടെന്ന് എടുക്കുന്ന ഓപ്ഷണലുകൾ ഉണ്ടാവും, അവരുടെ ഇഷ്ടം നോക്കിയിട്ട് എടുക്കുന്ന ഓപ്ഷനുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കാം ഫ്രണ്ട്സ് ഈ ഓപ്ഷനിൽ എടുത്തു, അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെ എനിക്ക് കമ്പൈൻസിഡ് ചെയ്യാമല്ലോ. അപ്പൊ ടീച്ചർ നമ്പർ ലാസ്റ്റ് ഒന്ന് പറയുമോ? വാഹിർ എന്താ ചോദിച്ചത്? ടീച്ചർ എന്റെ നമ്പർ ആണോ ഉദ്ദേശിച്ചത് അതോ? ഓക്കെ ഓക്കെ ഓക്കെ, ക്ലാസ് കഴിയുമ്പോൾ പറയാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞത്? നമ്മുടെ ഫ്രണ്ട്സ് ഒരു ഓപ്ഷൻ എടുക്കും, നമ്മൾ വിചാരിക്കും കമ്പൈൻ സ്റ്റഡിക്കൊക്കെ നല്ലതാണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ കമ്പൈൻ സ്റ്റഡിക്ക് എന്റെ ഫ്രണ്ട് ഏതാണോ പറഞ്ഞത് അത് വെച്ചിട്ട് ഞാൻ എടുക്കും. അവന്റെ പിന്നെ ഓപ്ഷനിൽ ഏതാണോ അത് ഞാൻ എടുക്കാം, ഞാൻ ഒന്നിച്ച് പഠിക്കുക എന്നുള്ളത്. പക്ഷെ ഫ്രണ്ടിന്റെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് എടുത്തൊരു സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, പഠിക്കാൻ പറ്റണമെന്നില്ല. അതേസമയം ഫ്രണ്ട് എടുത്തൊരു സബ്ജക്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതുമാവാം. അപ്പൊ ഇവിടെ നമ്മൾ മാറ്റർ ചെയ്യേണ്ടത് ഒരു ഓപ്ഷണൽ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് മാറ്റർ ചെയ്യേണ്ട കാര്യം 2-3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമ്മുടെ ഇൻട്രസ്റ്റ്, അതായത് താല്പര്യം അല്ലേ? താല്പര്യമാണ് ഒന്ന്. രണ്ടാമത് വരുന്നത് എന്താണ്, നമുക്ക് അതിന് കിട്ടുന്ന ഗൈഡൻസ് എത്രത്തോളം ആണെന്നുള്ളത്. അതായത് ഫാക്കൽറ്റി ടീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതാണോ നമുക്ക് കിട്ടുന്നത്. നമ്മൾ എടുക്കുന്ന ഒരു ഓപ്ഷണലിന് നമ്മൾ ഒരു ആൻസർ എഴുതി കാണിക്കുന്ന സമയത്ത് അത് നോക്കാൻ നമുക്ക് ഒരു ടീച്ചിങ് ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു മെന്റർ അവൈലബിൾ ആണോ, നമുക്ക് പെട്ടെന്ന് തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് എത്രത്തോളം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അവൈലബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉള്ള ഒരു ഓപ്ഷനിലാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് നോക്കണം. പിന്നെ കൂടെ നോക്കേണ്ടത് എത്രത്തോളം അതിന്റെ വിജയ ശതമാനം അല്ലെ, സക്സസ് റേറ്റ് എത്രത്തോളം ആണെന്നുള്ളതും നമ്മൾ നോക്കണം. ഇത്രയും നോക്കിയിട്ടാണ് നമ്മളൊരു ഓപ്ഷണല് സിവിൽ സർവീസിന് നമ്മൾ ഒരു ഓപ്ഷണല് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നിങ്ങൾ ആരും വീഡിയോ ഓൺ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു ഓപ്ഷണൽ എടുക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ? ഇനി നമ്മൾ അതല്ലാണ്ട് മലയാളം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിലബസും പറയും. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യം, നമുക്ക് മലയാളം എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ആർക്കൊക്കെ മലയാളം ഓപ്ഷണൽ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. മലയാളം ഓപ്ഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം. അപ്പൊ ആർക്കൊക്കെ മലയാളം ഓപ്ഷണൽ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവും. അതായത് എനിക്ക് മലയാളം എടുക്കാൻ പറ്റുമോ, ഞാൻ പിന്നെ BA മലയാളം പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഞാൻ പിന്നെ അല്ലെങ്കിൽ +1 +2 സമയത്ത് പോലും ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പോലും മലയാളം പഠിച്ചിട്ടുള്ള ആളല്ല, ഞാൻ CBSE പഠിച്ചാണ്, അവിടെ ഞാൻ മലയാളം ആയിരുന്നില്ല എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പിന്നെ മലബാർ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അധികം ആളുകളും എന്തെടുക്കും, അറബിയൊക്കെ ആയിരിക്കും
ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. അറബി അല്ലെങ്കിൽ സംസ്കൃതം ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ലാംഗ്വേജോ അല്ലെങ്കിൽ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മലയാളം പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് പറ്റുന്നതാണോ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫ്ലവറി ലാംഗ്വേജിൽ, അതായത് ഭയങ്കര സാഹിത്യപരമായിട്ടൊന്നും എഴുതാൻ അറിയില്ല, സാഹിത്യപരമായിട്ടൊന്നും പറയാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടുമോ, അത് രണ്ടാമതൊരു ഡൗട്ടായിരിക്കും. അതേപോലെ തന്നെ വേറൊരു ഡൗട്ടായിരിക്കും, എനിക്ക് സമയത്തിനനുസരിച്ച് എഴുതി തീരുമെന്നറിയില്ല, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും മനസ്സിലല്ലേ. അപ്പൊ ആർക്കൊക്കെ മലയാളം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിൾ ആണ് ഉത്തരം. മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് മലയാളം ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മലയാളം എഴുതാൻ അറിയോ, അതുപോലെ തന്നെ വായിക്കാൻ അറിയോ, കൂടെ വേറെ ഒന്നും വേണ്ടത്, അത് മലയാളം ഓപ്ഷനിൽ നിന്നല്ല, ഏത് ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുമ്പോഴും എഫേർട്ട് ഇടാനുള്ള മനസ്സുണ്ടാവണം അല്ലെ. അതായത് കുറച്ച് പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. നമ്മൾ സിവിൽ സർവീസിന് വരുന്ന സമയത്ത് എന്താണെങ്കിലും ആ മനസ്സുണ്ടായതുകൊണ്ടല്ലേ നമ്മൾ വന്നത്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി സിവിൽ സർവീസ് തിരഞ്ഞെടുത്തത്. സോ അവിടെ നമുക്ക് എന്ത് വരുന്നില്ല, ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. എന്ത്, ഇപ്പൊ ഒരു ഓപ്ഷനിൽ എടുക്കുന്ന സമയത്ത് എഫേർട്ട് ഇടാനുള്ള മനസ്സുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആ മനസ്സുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ. ദെൻ ആർക്കൊക്കെ മലയാളം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് മലയാളം എഴുതാൻ അറിയാമോ, വായിക്കാൻ അറിയാമോ, ഇത് രണ്ടും അറിയുന്നതാണെന്നുണ്ടെങ്കിൽ മലയാളം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അത് ഏത് ഓപ്ഷനിൽ എടുക്കുമ്പോഴും ഉണ്ടാവണം. അപ്പൊ ഇവിടെ മലയാളം എടുക്കുന്ന സമയത്തും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ആർക്കൊക്കെ മലയാളം ഓപ്ഷൻ തിരഞ്ഞെടുക്കാന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു വിചാരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് വേണമെന്നില്ല, ഭയങ്കര സാഹിത്യപരമായ ഭാഷ വേണമെന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാഹിത്യപരമായിട്ട് എഴുതി വെക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ഓപ്ഷണൽ എന്ന് പറയുന്നത്. പകരം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണോ ആ ചോദ്യത്തിന് നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയോ സാഹിത്യ പരിജ്ഞാനം, അതായത് സാഹിത്യമായിട്ടുള്ള നമ്മുടെ അറിവ് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു മാറ്ററേ അല്ല. അങ്ങനെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പകരം എന്താണോ ചോദിച്ചത് ആ ചോദ്യത്തിനനുസരിച്ച് എഴുതാൻ കഴിയണം, അത്രയേ ഉള്ളൂ. അപ്പൊ ചോദ്യത്തിനനുസരിച്ച് എഴുതാൻ കഴിയണമെങ്കിൽ ആകെ വേണ്ടത് എന്താണ്, നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവണം നന്നായിട്ട്. ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് എഴുതാൻ ആവശ്യമായ വാക്കുകളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നിങ്ങൾ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അതൊന്ന് വാക്കുകൾ പഠിക്കും. എങ്ങനെ, ഇപ്പൊ ഡിപ്ലോമസി, സോഫ്റ്റ് പവർ, അങ്ങനെയൊക്കെയുള്ള കുറെ വാക്കുകൾ നിങ്ങൾ പഠിക്കുമല്ലേ. ഇനി പൊളിറ്റി പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾസ്, അമെന്റ്മെന്റ്സ്, അങ്ങനെയുള്ള കുറെ വാക്കുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ പൊളിറ്റിയുടെ ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിപ്ലോമസി പോലെയുള്ള കുറെ വാക്കുകൾ പഠിക്കുമ്പോൾ അത് ഇന്റർനാഷണൽ റിലേഷന്റെ ലാംഗ്വേജ് ആണ്. അതുപോലെ നിങ്ങൾ മലയാളം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിന്റെ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറെ വാക്കുകൾ പഠിക്കും. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അതാണ് മലയാളത്തിന്റെ ലാംഗ്വേജ്. അല്ലാണ്ട് എന്ത് വേണ്ട, സാഹിത്യ പരിജ്ഞാനം ആവശ്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് തീരും. എന്ത്, എനിക്ക് ഒരുപാട് ഫ്ലവറി ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യ ഭാഷയിൽ എഴുതാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടൂലേ, അതുകൊണ്ട് എനിക്ക് മലയാളം എടുക്കാൻ പറ്റൂലേ എന്നുള്ളത്. അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് എന്താണോ തരുന്നത് അത് വൃത്തിയായിട്ട് പഠിക്കുക, അത് ചോദ്യത്തിന് ആപ്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക, ഇത്രേ ആവശ്യമുള്ളൂ. ഓക്കെ ആണല്ലോ. ദെൻ രണ്ടാമത്തത്, മലയാളം ഓപ്ഷണലിന്റെ സിലബസ് ഭയങ്കര വലുതാണോ, അതുപോലെ തന്നെ പഠിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും ഞാൻ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത്, പേപ്പർ 1 എന്തൊക്കെ വരുന്നുണ്ട്, പേപ്പർ 2 എന്തൊക്കെ വരുന്നുണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ സിലബസ് കാണിച്ചു തരാം. അല്ലാതെ തന്നെ ഇപ്പൊ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക്, അതായത് പേപ്പർ 1, അതുപോലെ തന്നെ പേപ്പർ 2. പേപ്പർ 1 സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്. പേപ്പർ 2 സെക്ഷൻ എ ഉണ്ട്, സെക്ഷൻ ബി ഉണ്ട്. അത് എല്ലാ ഓപ്ഷനിലും ഇങ്ങനെ തന്നെയാ കേട്ടോ. നമുക്ക് പേപ്പർ 1 നമുക്ക് 3 യൂണിറ്റുകളാണുള്ളത് സെക്ഷൻ എയില്. ദെൻ 3 യൂണിറ്റ് സെക്ഷൻ ബിയിൽ. ടോട്ടൽ 6 യൂണിറ്റ് ആണ് ഉണ്ടാവുക. പേപ്പർ 2 ഇതുപോലെ തന്നെ 6 യൂണിറ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതിന് മുമ്പ് ജസ്റ്റ് പറയാനുള്ളത്, സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. മലയാളം ഭാഷ എങ്ങനെ ഉണ്ടായി, അതായത് മലയാള ഭാഷയുടെ ജനനം മുതൽ, മലയാള ഭാഷയുടെ ഉത്ഭവം എന്നാണ് നമ്മൾ അതിന് പറയാം. ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടായ രീതി അല്ലെ. മലയാള ഭാഷ ഉണ്ടായത് മുതൽ ഇന്ന് വരെയുള്ള മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട വളർച്ചയാണ് നമ്മുടെ പേപ്പർ 1 പഠിക്കാനുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മലയാള ഭാഷ എങ്ങനെ ഉണ്ടായി നമ്മൾ പഠിക്കും. അതിനുശേഷം ആദ്യകാലത്ത് ഉണ്ടായിരുന്ന മലയാളം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കും. അതായത് കുറച്ച് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഏതൊരു ഭാഷയിലും തുടക്കകാലത്ത്. അപ്പൊ നമ്മൾ ആ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കും, അതിൽ വരുന്ന കവികൾ ഏതൊക്കെയാണെന്ന് പഠിക്കും. അപ്പൊ പേപ്പർ 1 നമ്മൾ അങ്ങനെയാണ് പഠിക്കാം.
അപ്പൊ കാവ്യങ്ങളാണെന്നുണ്ടെങ്കിൽ കവിതകളാണെന്നുണ്ടെങ്കിൽ അത് എഴുതിയ ആളുകളെ കുറിച്ച്, അതിന്റെ പ്രസ്ഥാനങ്ങളെ കുറിച്ച്, അതിന്റെ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ മലയാള ഭാഷ ഇന്ന് വരെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നവമാധ്യമങ്ങളുടെ ഭാഷ, അതായത് സോഷ്യൽ മീഡിയ ഭാഷ വരെ എങ്ങനെയാണ്. അപ്പൊ സോഷ്യൽ മീഡിയ ഭാഷയെ കുറിച്ച് പഠിക്കും. അതൊക്കെ നമുക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളല്ല. അറിയാത്ത കാര്യങ്ങൾ വളരെ കുറച്ചാണ് ഉണ്ടാവുക. അതായത് എങ്ങനെയാണ് മലയാളം ഉത്ഭവിച്ചത്, മലയാളം എങ്ങനെ ഉണ്ടായി, ഏതൊക്കെ ഭാഷകളിൽ നിന്നുണ്ടായി, അതുമായി ബന്ധപ്പെട്ട് വല്ല തിയറീസും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരു സാധാരണ മനുഷ്യന്, സാധാരണക്കാർക്ക്, മലയാളം മുമ്പ് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അത്ര ധാരണയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുക. അതൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആക്കിയിട്ട് പഠിക്കും. അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്നത് ഇന്ന് വരെയുള്ള മലയാള ഭാഷ, അതായത് നവമാധ്യമങ്ങൾ വരെയുള്ള മലയാള ഭാഷ, പത്രഭാഷ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ മൊബൈൽ ഭാഷ എങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ഭാഷ എങ്ങനെയാണ്, ഇതുവരെയാണ് നമ്മൾ മലയാള ഭാഷയുടെ ഉത്ഭവം എന്നുള്ള രീതിയിൽ പഠിക്കുക. പിന്നെ നമ്മൾ അല്ലാണ്ട് പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ ആശാനുള്ള അതുപോലെ തന്നെ നമ്മുടെ നോവല്, ചെറുകഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നോവലിന്റെ ഉത്ഭവം എവിടെയാണ്, നോവൽ തുടക്കം മുതൽ ഇന്ന് വരെ എങ്ങനെയൊക്കെയാണ് വളർന്നിട്ടുള്ളത്, ചെറുകഥ തുടക്കം മുതൽ, ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥ തുടക്കം മുതൽ ഇന്ന് വരെ എങ്ങനെയൊക്കെയാണ് വളർന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പേപ്പർ 1 പഠിക്കുന്നത്. സോ പേപ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് കുറേ കൂടെ തിയററ്റിക്കൽ സൈഡാണ്. നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ, പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓരോ കാര്യത്തിനെ കുറിച്ചും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു കവിത കേൾക്കുന്ന സമയത്ത് ആ കവിയെ കുറിച്ച്, ആ കവി എഴുതിയ കാലഘട്ടത്തിനെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ പേപ്പർ 1 പഠിക്കുക. ഓക്കെ ആണോ? അപ്പൊ സിലബസിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ഒരു ചരമഗീതം, നിങ്ങൾ എല്ലാവരും എവിടുന്നെങ്കിലും ആയിട്ട് കേട്ടിട്ടുണ്ടാവുന്ന ഒരു കവിതയാണത്. അല്ലെങ്കിൽ ജസ്റ്റ് ആ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ. കേട്ടിട്ടില്ല എന്നുള്ളത് ഒരു കുറ്റമല്ല കേട്ടോ. ജസ്റ്റ് പേരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പേപ്പർ 1 പഠിക്കുക എന്താണ്, ഭൂമിക്കൽ ചരമഗീതം എഴുതിയിട്ടുള്ള ONV എന്ന എഴുത്തുകാരനെ കുറിച്ചാണ്. അപ്പൊ ആ ONV എന്ന എഴുത്തുകാരനെ, അദ്ദേഹം എഴുതിയ കാലഘട്ടം എന്താണ്, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത എന്താണ്, ഇതാണ് നമ്മുടെ പേപ്പർ 1 പഠനം എന്ന് പറയുന്നത്. ഇനി പേപ്പർ 2 വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ പറഞ്ഞു മലയാള ഭാഷയുടെ ആദ്യ കാലം മുതൽ ഇന്ന് വരെയുള്ള ഒരു വികാസം അല്ലെങ്കിൽ പരിണാമം അല്ലെങ്കിൽ ഗ്രോത്ത്, അതാണ് നമ്മൾ പഠിക്കുന്നത് പേപ്പർ 1. അപ്പൊ ഇതിനൊക്കെ നമ്മൾക്ക് ഒരു തെളിവ് വേണ്ടേ. ആ തെളിവായിട്ടുള്ള കുറച്ച് ബുക്സോ അല്ലെങ്കിൽ കവിതകളോ ആണ് നമ്മളെ പേപ്പർ 2 പഠിക്കുന്നത്. അതായത് പേപ്പർ 1 നമ്മൾ പഠിച്ച സവിശേഷതകള്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ തിയറി സൈഡ്, ഈ സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്ന ബുക്സിനെ കുറിച്ചാണ് നമ്മൾ പേപ്പർ 2 പഠിക്കുക. അപ്പൊ നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കുമ്പോൾ എഴുത്തച്ഛന്റെ കുറച്ച് വരികൾ നമുക്ക് പേപ്പർ 2 ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ എഴുത്തച്ഛനെ കുറിച്ച് പേപ്പർ 1 പഠിച്ചത് എന്താണോ അതിനെ ബന്ധിപ്പിച്ചിട്ട് നമ്മൾ പേപ്പർ 2 എഴുത്തച്ഛന്റെ തന്നിട്ടുള്ള വരികളെ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതിൽ നിന്നാണ് നമുക്ക് പിന്നീട് പേപ്പർ 2 ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പേപ്പർ 1 പേപ്പർ 2 അപ്പൊ സിലബസ് വാസ്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല മലയാളം ഓപ്ഷണലിലുള്ളത്. അതുപോലെ തന്നെ മലയാളം ഓപ്ഷണലിന്റെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര ഓവർലാപ്പിംഗ് ഉള്ളതാണ്. ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്നൊന്നിനോട് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പഠിച്ചാൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ 1 പഠിക്കുന്ന കുറെ കാര്യം, ഇപ്പൊ പേപ്പർ 1 നമ്മൾ എഴുത്തച്ഛനെ പറ്റി പഠിക്കുമ്പോൾ ഒരു യൂണിറ്റിൽ നമ്മൾ എഴുത്തച്ഛന്റെ ഭാഷ പഠിക്കുന്നുണ്ട്. ദെൻ പേപ്പർ 1 തന്നെ ഒരു യൂണിറ്റിൽ നമ്മൾ എഴുത്തച്ഛന്റെ സാഹിത്യം പഠിക്കുന്നുണ്ട്. അപ്പൊ എഴുത്തച്ഛന്റെ ലാംഗ്വേജിന്റെ രീതിയും എഴുത്തച്ഛന്റെ ലിറ്ററേച്ചറിന്റെ രീതിയും നമ്മൾ പഠിക്കുന്നുണ്ട്. പേപ്പർ 2 നമ്മൾ എഴുത്തച്ഛന്റെ കുറച്ച് വരികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കുന്നത് എന്താണോ അത് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 യൂണിറ്റിലാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി, അത് കുറെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാനും കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ഉത്തരങ്ങൾ എഴുതാനും മാർക്ക് ഈസിലി വാങ്ങിക്കാനും പോസിബിൾ ആവും. ഓക്കെ ആവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ സിലബസ് വലുതാണോ ചെറുതാണോ എന്നുള്ളതിനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പോൾ മലയാളത്തിന്റെ സിലബസ് മറ്റുള്ള എന്താ പറയാ മറ്റുള്ള ഓപ്ഷണലുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുതാണ്. കാണുന്ന സമയത്ത് ബാക്കിയുള്ള ഓപ്ഷണലുകളെ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ അതിന്റെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ചെറുതാണ് ഓപ്ഷണല്. അതുപോലെ തന്നെ ഓപ്ഷണലിന്റെ സിലബസ്, അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പഠിച്ചാൽ പല സ്ഥലങ്ങളിലും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറച്ചൊരു ട്രിക്സോട് കൂടിയിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഭാഗങ്ങൾ തന്നെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക, അത് എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചോദ്യം വരുന്ന രീതി, അപ്പൊ സിലബസിന്റെ വലുപ്പവും ചെറുപ്പവും നമ്മൾ നോക്കുക, ചോദ്യം വരുന്ന രീതിയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. അതായത് മുൻ വർഷങ്ങളിൽ നമ്മളൊരു 10-20 വർഷത്തെ ചോദ്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
ഈ വർഷം ഇപ്പൊ എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട 2025 എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 75% മേലെ ക്വസ്റ്റ്യൻസും 10-20 വർഷം ചോദിച്ച സെയിം പാറ്റേൺ ആണ്, സെയിം ചോദ്യങ്ങളാണ്, സെയിം കണ്ടന്റ് ആണ്. ദാറ്റ് മീൻസ് 75%-ലധികവും വരുന്ന ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്. അപ്പൊ നിങ്ങളൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ അനലൈസ് ചെയ്താൽ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ സപ്പോസ് പൊബിക്കൽ സമീകരണം എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും അതിനെങ്ങനെ ഉത്തരം എഴുതണം എന്ന് പറയുകയും ചെയ്യും. നിങ്ങളെ കൊണ്ട് സ്വാഭാവികമായിട്ടും ഉത്തരം എഴുതിപ്പിക്കുകയും ചെയ്യും അല്ലേ? ഈ ഒരേ ഒരു പ്രാക്ടീസിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് മെയിൻസ് എക്സാം എഴുതുന്ന സമയത്ത് 75% ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 75% ക്വസ്റ്റ്യൻസ് നമുക്ക് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ്. 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് ആ വർഷം ഒരു പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് പുതിയ ക്വസ്റ്റ്യൻ ഒരിക്കലും ഔട്ട് ഓഫ് ദ സിലബസ് ആവണം എന്നില്ല. പകരം ചോദിച്ച ചോദ്യത്തിനെ തന്നെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യും, ട്രിക്ക് ആക്കി ചോദിക്കും. ഇത്ര മാത്രമാണ് നമുക്ക് പുതിയതായിട്ട് വരുന്നത്. ബാക്കി എല്ലാം തന്നെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സെയിം പാറ്റേൺ ആയിരിക്കും. ഈവൻ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആവർത്തിക്കാറുണ്ട്, സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാറുണ്ട്. ഒരു മാറ്റം ഇല്ലാണ്ട് ആ ക്വസ്റ്റ്യന്റെ ഒരു വാക്ക് പോലും വിടാണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ മലയാളം എന്താണ്, ഇത്തിരി പഠിച്ചാൽ മതി. ആ പഠിച്ചതിനെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്നുണ്ട് മലയാളം അല്ലേ ഒരുപാട് എഴുതണ്ടേ എന്നുള്ളത്. നമുക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ എഴുതി പ്രാക്ടീസ് ചെയ്ത ഒരു ഉത്തരത്തിനെ എക്സാം ഹാളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ കഷ്ടമുള്ള ഒരു ഇതല്ല. ഇപ്പൊ ഒരു പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ ആ ഒരു പുതിയ ക്വസ്റ്റ്യൻ ഇത് എന്താണ് ചോദിച്ചത്, ഇത് എങ്ങനെ നമുക്ക് എന്താ പറയാ ബ്രെയിൻ സ്റ്റോം ചെയ്യണം, അതായത് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഇത് ഉത്തരം എഴുതണം എന്നുള്ള ഒരു ചോദ്യം, നമുക്കൊരു ഡൗട്ട് വരിക. നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ എന്ത് വരുന്നില്ല, ഉത്തരം എഴുതാൻ ഒരു പകച്ചു നിൽക്കേണ്ട അവസ്ഥ വരുന്നില്ല. പകരം നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ ആൻസേഴ്സ്, ആ ആൻസേഴ്സിനെ നല്ല രീതിയിൽ ഇപ്പുറത്ത് റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ അപ്പൊ നമുക്ക് എന്താണ്, പൊതുവെ നമുക്കൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു 7 മിനിറ്റിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 6 മിനിറ്റിലോ 6.5 മിനിറ്റിലോ എഴുതി തീർക്കാൻ പറ്റും. എന്തുകൊണ്ട്, നമ്മൾ മുമ്പ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നില്ല, ടൈം ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഉറപ്പായിട്ടും 3 മണിക്കൂറിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കും. അത് ഏതൊരാളും കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കും. അത് ഏത് ഓപ്ഷനിലും കേട്ടോ. കാരണം എന്താ വെച്ചാല് അതിന് മുമ്പ് നമ്മൾ നടത്തുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ആൻസർ എഴുതിയിട്ടുള്ള ഒരു പ്രാക്ടീസ്. ആ ആൻസർ എഴുതിയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്പീഡ് കൂടും. നമുക്ക് 3 മണിക്കൂറിൽ കംപ്ലീറ്റ്ലി എഴുതി തീർക്കാൻ പറ്റും. അപ്പൊ സമയം സ്വാഭാവികമായിട്ടും നമുക്കുള്ളതാണ്. +2 ഞാൻ പഠിച്ച സമയത്ത് മലയാളം എഴുതാനായിരുന്നു ഭയങ്കര പാട്, കുറേ ടൈം എടുക്കും എന്നുള്ളത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാരണം UPSC കറക്റ്റ് പേജ് തരുന്നുണ്ട്. പണ്ട് നമ്മൾ +2 അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ പഠിക്കണം, അല്ലെങ്കിൽ മലയാളം എടുത്തിട്ടുള്ളവര് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പോലും മലയാളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളായിട്ട് പേജ് എഴുതി നിറയ്ക്കാൻ നോക്കൂലേ മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് 10 മാർക്കാണെങ്കിൽ 2 പുറം, അതായത് ഒരു പേപ്പർ 2 പുറം 2 പേജ് അല്ലേ, 2 പേജ് തന്നിട്ടുണ്ടാവും. പ്രിന്റഡ് ആണ് ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത പേജിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അടുത്ത പേജിൽ ക്വസ്റ്റ്യൻ പ്രിന്റഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ ആകെ ഉള്ളത് ഈ 2 പുറം മാത്രമാണ്. അതിനപ്പുറം നിങ്ങൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സമയം ലിമിറ്റ് ചെയ്ത് എഴുതാനുള്ള എല്ലാ സൗകര്യവും ഓപ്ഷണലിലുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് സമയം ഒരുപാട് വേണ്ടി വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ സിലബസ് വലുതാണോ എന്നുള്ളത്, സിലബസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു കാര്യത്തിനെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദെൻ മൂന്നാമത് ആർക്കൊക്കെ പഠിക്കാന്നുള്ളത്, മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന ഏതൊരാൾക്കും മലയാളം ഓപ്ഷനിൽ എടുക്കാം. കൂടെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് ഏതൊരു ഓപ്ഷനിലും പഠിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. അപ്പൊ അവിടെ എഫേർട്ട് ഇടാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ മലയാളം നിങ്ങൾക്ക് ഈസിലി എടുക്കാൻ പറ്റുന്നതാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സ്വാഭാവികമായിട്ടും അടുത്തുണ്ടാവുന്ന ഡൗട്ടാണ്, നമുക്ക് സിലബസ് മുഴുവൻ പഠിക്കണമെങ്കിൽ എത്ര ടൈം വേണം എന്നുള്ളത്. അതായത് നമ്മൾ GS പഠിക്കാൻ തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പൊ GS എല്ലാം പഠിക്കുന്ന നമ്മൾ എടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലേ, ഒരു ടൈം ഫ്രെയിം ഉണ്ട്. GS എല്ലാം പഠിച്ച് ഒരു 1 ഇയറിനകത്ത് നമ്മളെല്ലാം പഠിച്ച് നമ്മൾ എക്സാം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാൾ ടൈം എടുക്കുന്ന ഒന്നാവരുത് നിങ്ങളുടെ ഓപ്ഷണൽ അല്ലേ. സ്വാഭാവികമായിട്ടും മലയാളം ഓപ്ഷണൽ നിങ്ങളുടെ GSന്റെ കൂടെ തന്നെ നിങ്ങൾ മലയാളം ഓപ്ഷണൽ പഠിക്കുമ്പോൾ
ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയം പഠിക്കാനും അതുപോലെ തന്നെ ചിട്ടയായിട്ട് പഠിക്കാനും കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തിനകത്ത് തീർക്കാവുന്ന ഒന്നാണ് മലയാളം ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനും മുൻവർഷ ചോദ്യങ്ങൾ എഴുതാനും അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ, അതായത് പുതിയ ചോദ്യങ്ങൾക്കും പഴയ ചോദ്യങ്ങൾക്കും ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. മെന്റേഴ്സിനെ കൊണ്ട് നിങ്ങൾ അതിന്റെ ആൻസർ ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുക. ടീച്ചേഴ്സ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്തു തരും. അതിനെ നിങ്ങളെ കൂടുതൽ തിരുത്തി എഴുതുക. ഈ എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു 3 മാസത്തിനകത്ത് വൃത്തിയായിട്ടും ചിട്ടയോടെയും പഠിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസ് ഭയങ്കര വലുതല്ലാത്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒന്നല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 3 മാസം ടൈം ഫ്രെയിമിനകത്ത് തീർക്കാവുന്ന ഒന്നാണ്. ഇത് GS-ന്റെ കൂടെ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ്. ഈ മലയാളം മാത്രം പഠിക്കാൻ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്തിനകത്ത് തീർക്കാവുന്ന സിലബസേ ഉള്ളൂ. ഇത് നിങ്ങൾ GS-ഉം കൂടെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ GS പഠിക്കുന്നുണ്ട്, കൂടെ നിങ്ങൾ ഓപ്ഷണലും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓപ്ഷണൽ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു 3 മാസത്തിനകത്ത് തീർക്കാവുന്ന ഒന്ന് മാത്രമാണ് മലയാളം ഓപ്ഷണലിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസ് മുഴുവനും പഠിക്കാൻ എത്ര ടൈം വേണമെന്നുള്ളത് ഭയങ്കര മാക്സിമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം സമയം മതി. അത് ചിട്ടയോട് കൂടി പഠിച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെയാണ് നമുക്ക് മലയാളം ഓപ്ഷണലിൽ പഠിക്കാൻ കഴിയുക എന്നുള്ളത്. ഇതുവരെ സംസാരിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാൻ എഴുതിയിട്ടാണ്. ഒറ്റയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സിലബസിനെ അവലംബിക്കാൻ പറ്റിയ വല്ല പുസ്തകവും ഉണ്ടോ? അബു ത്വാഹിർ. ഓക്കെ, നമ്മള് ക്ലാസിന്റെ ലാസ്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. അപ്പൊ സ്വാഭാവികമായിട്ടും ബുക്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഓക്കെ ആണല്ലോ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട്? ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എങ്ങനെ മലയാളം ഓപ്ഷനിൽ പഠിക്കണം എന്നുള്ളതാണ്. എങ്ങനെ മലയാളം ഓപ്ഷനിൽ പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു എക്സാമിനെയും പഠിക്കുന്ന സമയത്ത് ആദ്യം എക്സാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ UPSC-ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ GS ഒക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ എക്സാമിനെ മനസ്സിലാക്കിയിട്ടില്ലേ പഠിക്കുന്നത്. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും, അതിന്റെ സിലബസ് നോക്കും, എന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും. ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഓപ്ഷനിൽ പഠിക്കേണ്ടത്. മലയാളം ഓപ്ഷനിൽ പഠിക്കുന്നതിന് സമയത്ത് ആദ്യം നമ്മൾ മലയാളത്തിന്റെ സിലബസ് എടുക്കും. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഫുൾ സിലബസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും എന്തൊക്കെയാണ് സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം സിലബസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മലയാളം ഓപ്ഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സിലബസിനെ മനസ്സിലാക്കുക. ദെൻ രണ്ടാമത്തെ കാര്യം, സിലബസ് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാണോ, നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു എന്താ പറയാ ഇൻട്രസ്റ്റോട് കൂടി ഒരു സബ്ജക്ട് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. സിലബസ് മനസ്സിലാക്കിയിട്ട് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മള് മുൻവർഷ ചോദ്യങ്ങൾ ഒരു 10-20 വർഷത്തിന്റെ ഇടയിലെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ എടുക്കുക. ആ ചോദ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ആ ചോദ്യങ്ങളെ സിലബസിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്, സിലബസിൽ നിന്നും ഔട്ടായിട്ട് പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടോ, സിലബസിന്റെ അകത്തു നിന്ന് മാത്രമാണോ ചോദിച്ചിട്ടുള്ളത്, ഈ സിലബസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണോ മുൻവർഷം ചോദിച്ച ചോദ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ മുൻവർഷ ചോദ്യങ്ങളെയും സിലബസിനെയും എടുക്കുക. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് കിട്ടും. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാനുള്ള ഒരു രീതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ക്ലാസ് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ക്ലാസ് ഫോളോ ചെയ്യുക. ക്ലാസ് ഫോളോ ചെയ്തതിന് ശേഷം എല്ലാ ക്ലാസ്സിലും ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക് എടുക്കും. ആ ടോപ്പിക് നമ്മൾ നമ്മുടെ സിലബസിനനുസരിച്ചാണ് ടോപ്പിക് എടുക്കുക അല്ലെ. ആ സിലബസിനനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കും. ആ ക്ലാസ്സിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഒരു ഓൾമോസ്റ്റ് 10 വർഷത്തെങ്കിലും മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സിലബസിനനുസരിച്ചുള്ള ഒരു ക്ലാസ് കിട്ടുന്നുണ്ട്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഒരു 10 വർഷത്തെങ്കിലും മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉത്തരം എങ്ങനെ എഴുതണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ദെൻ എഴുതിപ്പിക്കും. അപ്പൊ നമുക്ക് മൂന്നാമത് വേണ്ടത് സിലബസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കുക, സിലബസിനനുസരിച്ച് ക്ലാസ് കിട്ടുക. ഇതിനുശേഷം നമുക്ക് പിന്നെ വേണ്ട ഒരേ ഒരു കാര്യം നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഴുതി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ക്ലാസ് അനുസരിച്ചുള്ള ഒരു ചോദ്യമായിരിക്കും തന്നിട്ടുണ്ടാവുക അല്ലെ.
ഇപ്പൊ സപ്പോസ് നമ്മൾ എടുക്കുന്നത് ഭൂമിക്കൊരു ചരമഗീതമാണെന്നുണ്ടെങ്കിൽ ആ ഭൂമിക്കൊരു ചരമഗീതത്തിൽ നിന്നും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് എഴുതി കൊണ്ടുവരാൻ പറയും. നിങ്ങൾ അത് എഴുതി കൊണ്ടുവരും. അത് എഴുതി കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ അതിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളോട് എന്തൊക്കെയാണ് അതിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുതരും. അപ്പൊ ഒരു ഉത്തരം എഴുതുന്ന സമയത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ നിങ്ങൾ എഴുതിയതിൽ വേണ്ടതുണ്ട് വേണ്ടാത്തതുണ്ട്, അതിനെ ഇങ്ങനെ ഇനി ഇമ്പ്രൂവ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരും. അതിനെയാണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുക. അപ്പൊ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്ന് കറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കുക. ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് ആ ഫീഡ്ബാക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യണം. ഇത്രയും ചെയ്യുന്ന സമയത്ത് എന്ന് വന്നു നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത്രയും ചെയ്താൽ തന്നെ എന്താണ് മലയാളം ഓപ്ഷനിൽ പഠിക്കേണ്ട രീതിയായി. അപ്പൊ എങ്ങനെയാണ് മലയാളം ഓപ്ഷനിൽ പഠിക്കേണ്ടത് വെച്ചാല് സിലബസിനെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ മനസ്സിലാക്കുക. ഇത് രണ്ടും വെച്ചിട്ടായിരിക്കും ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ക്ലാസ്സിനെ കറക്റ്റ് ആയിട്ട് ചിട്ടയോട് കൂടി ഫോളോ ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് തരുന്ന വർക്കുകൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകളായിരിക്കും. ആ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുക. അതൊന്നും നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഫീഡ്ബാക്ക് കിട്ടുന്നത് ആ ഫീഡ്ബാക്ക് അനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം ഓപ്ഷനിൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉണ്ടാവുക മലയാളം ഓപ്ഷനിലെ കൂടുതൽ കുറെ പഠനങ്ങൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഉള്ളത് പഠിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണല്ലോ. അങ്ങനെ പുറത്തുനിന്നുള്ള പഠനങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യങ്ങൾ കൂടുതലായിട്ട് വരില്ല. കാരണം ആ പഠനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് വായിക്കേണ്ടതായിട്ടുള്ള കുറെ പഠനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ആ പഠനങ്ങളെ വായിച്ചിട്ട് ഒരുപാട് തെരഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ സമയം കളയാണ്ട് നിങ്ങൾക്ക് തരുന്ന പഠനങ്ങളെ വായിച്ചിട്ട് അതിൽ നിന്നും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ കണ്ടന്റിനെ നിങ്ങൾ കുറേയും കൂടെ എൻഹാൻസ് ചെയ്യുക, അതായത് കുറേയും കൂടെ നന്നായിട്ട് ബിൽഡ് ചെയ്യുക. അപ്പൊ തരുന്ന ക്ലാസ്സുകളുടെ കൂടെ തരുന്ന വർക്കുകൾ എന്താണോ അത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോയാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് മലയാളം ഓപ്ഷനിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്ന ടൈം ഫ്രെയിമിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഞാൻ അടുത്തത് മാർക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷനിലാണ് മലയാളം എന്നുള്ളത്. അതായത് എല്ലാ വർഷങ്ങളിലും മാർക്ക് ലഭിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഓപ്ഷനിൽ എന്നുള്ളത് അല്ലേ? അപ്പോൾ മാർക്ക് ലഭിക്കുന്ന ഓപ്ഷനിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു 50 പേരോളം ഒരു വർഷം എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് പേര് എക്സാം എഴുതുന്നുണ്ട്, അതിൽ ലിസ്റ്റിൽ വരുന്ന ഒരു 45-നും 50-നും ഇടയ്ക്കുള്ള ആളുകളാണല്ലേ എപ്പോഴും. നിങ്ങൾ ഓരോ വർഷത്തെ കണക്ക് നോക്കുമ്പോഴും മനസ്സിലാവും അത്രത്തോളം കുട്ടികൾ കേരളത്തിൽ നിന്നും ക്ലിയർ ചെയ്യുന്നുണ്ട് ലിസ്റ്റിൽ. ആ ക്ലിയർ ചെയ്യുന്നതിൽ ഒരു നല്ല ശതമാനം തന്നെ അവരെടുത്തിട്ടുള്ള അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് മലയാളമാണ്. അതൊന്ന് നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ടും നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും നമുക്ക് വഴങ്ങുന്നതായതുകൊണ്ടും കുറേയും കൂടി ഈസിയാണ് എല്ലാവർക്കും മലയാളം ഓപ്ഷനിൽ എടുക്കാൻ മറ്റ് ഓപ്ഷനുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? മലയാളം ഓപ്ഷനിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ വർഷത്തെ ടോപ്പേഴ്സിന്റെയും സംസാരങ്ങളും ടോപ്പേഴ്സിന്റെ ഓപ്ഷനുകളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നല്ല ശതമാനം തന്നെ, ഒരു 20-25% മേലെ തന്നെ ഒരു വർഷം ക്ലിയർ ചെയ്യുന്ന കുട്ടികളിൽ മലയാളം ഓപ്ഷണൽ ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത് മലയാളം ഓപ്ഷനിൽ മാർക്ക് വരുന്ന ഓപ്ഷനാണോ എന്നുള്ളത്. അപ്പൊ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എല്ലാ ഓപ്ഷനുകളും ഒരു 300-നൊക്കെ മേലെയാണ് മാർക്ക് കിട്ടിയിരുന്നത്. ഇപ്പൊ ഒരു 5 വർഷമൊക്കെ ആയിട്ട് കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷനുകളിലും എന്തുണ്ട്? ഒരു സ്കെയിലിംഗ് ഉണ്ട്. അപ്പൊ 300-ന് മേലെയൊന്നും ഒരു ഓപ്ഷനുകൾക്കും ഇപ്പൊ അധികം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിലാണ് മാർക്ക് വരുന്നത്. 280, 290 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും മാർക്ക് വരുന്നത്, നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക്. അപ്പൊ എപ്പോഴും ഒരു 240-ന്റെ മേലേക്ക് മാർക്ക് വന്നാൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ ഇപ്പൊ 2-3 വർഷമായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ള നമുക്ക് ഒരുപാട് പേരുടെ മാർക്കുകൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. റാങ്ക് വ്യത്യാസത്തിനനുസരിച്ച് തന്നെ അവരുടെ മാർക്ക് നോക്കുമ്പോൾ ഒരു 241, 242, 240-ന് മേലെയുള്ള ഒരുപാട് കുട്ടികൾ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റാങ്കിൽ വരുന്നുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് 2 പേപ്പറൊന്നും കൂടെയാണല്ലേ. അപ്പൊ 500-ൽ 240-ന് മേലെ മാർക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് റാങ്കിൽ വരാൻ പറ്റും. അതായത് മെയിൻസിന്റെ GS പേപ്പറുകൾക്ക് ഒരു അത്യാവശ്യ മാർക്കും ഓപ്ഷണലിന് നിങ്ങൾക്ക് ഒരു 240-ന് മേലെയും മാർക്ക് വന്നാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു 260-ന്റെ മേലെ, ഒരു 270-ന്റെ മേലെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GSന്റെ മാർക്കൊക്കെ ഒരു ആവറേജ് ലെവലിൽ, ഒരു എബോ ആവറേജ് ലെവലിൽ മാർക്കും, അതുപോലെ തന്നെ നമ്മുടെ മലയാളം ഓപ്ഷണലിന് ഒരു 260, 270 മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 100-ൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും നല്ല രീതിയിൽ ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ.
അപ്പൊ മാർക്ക് കിട്ടുന്ന ഓപ്ഷനിലാണോ എന്നുള്ളത് നിങ്ങൾ ഓരോ വർഷത്തെയും ടോപ്പേഴ്സിൽ, നമ്മൾ കേരളത്തിൽ നിന്നും വരുന്ന ടോപ്പേഴ്സിൽ എത്ര ശതമാനം ആളുകൾ മലയാളം ഓപ്ഷനിൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മലയാളം ഓപ്ഷനിൽ ബാക്കിയുള്ള എല്ലാ ഓപ്ഷനുകളും പോലെ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുപാട് പേര് എടുക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി എന്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയാളം ഓപ്ഷനിൽ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം എനിക്കിപ്പോ മലയാളം ഓപ്ഷനിൽ സെലക്ട് ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, ബാക്കിയുള്ള പല ഓപ്ഷനുകളും ഉണ്ട്, ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്ട് വേറെ ആയിരുന്നു, അത് സെലക്ട് ചെയ്താൽ കൊള്ളാന്നുണ്ട്, അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഞാൻ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിൽ മലയാളം ഓപ്ഷനിൽ എന്തുകൊണ്ട് സെലക്ട് ചെയ്യാം എന്നുള്ളത്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്, ഒന്ന്, കുറച്ചൊരു ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാതെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മലയാളം ഓപ്ഷണൽ. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഥകളും കുറേ ചെറുകഥകള്, അതുപോലെ തന്നെ കുറേ നോവലുകൾ, കുറേ ഇല്ല 2-3 നോവലുകൾ, അതുപോലെ തന്നെ 2-3 ചെറുകഥകളുടെ ബുക്കുകൾ, ഇതൊക്കെയാണ്. കുറച്ച് കവിതകൾ, ഒരു 10-12 കവിതകളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങളിപ്പോ വെറുതെ ഒരുപാട് GS ഒക്കെ പഠിച്ച് ഭയങ്കര തല ഒരു പുണ്ണായിരിക്കുന്ന സമയം എന്ന് പറയില്ല, നമ്മൾ തലയൊക്കെ അയ്യോ ആകെ മൊത്തം പുക പിടിക്കുന്ന അറിയില്ലേ, അങ്ങനെയുള്ള സമയത്ത് ചുമ്മാ നമ്മൾ ഒരു പാട്ട് കേൾക്കുന്ന ലാഘവത്തോടു കൂടി കേൾക്കാൻ കഴിയുന്ന കുറച്ച് കവിതകളാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് യൂട്യൂബിൽ എന്ത് ചെയ്യാം, ആ കവിതകളുടെ വരികൾ കേൾക്കാം. അപ്പൊ നമ്മൾ പോലും അറിയാണ്ട് എന്താണ് ആ കവിതകളുടെ വരികൾ പഠിക്കുകയാണ്, ആ വരികളാണ് നമ്മൾ എക്സാമിന് എഴുതാനുള്ളത് അല്ലെ. അപ്പൊ എക്സാമിന് ഒരു ഉത്തരം എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഉത്തരത്തിനെ മാർക്ക് കിട്ടുന്ന രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് കവിതകളുടെ വരികളാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കുകയാണ് എന്നൊരു തോന്നലില്ലാണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മലയാളം ഓപ്ഷനിൽ. അത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ മാതൃഭാഷയാണ്, നമ്മൾ സ്കൂളുകളിൽ എപ്പോഴൊക്കെയോ പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷനുകൾ, ബാക്കിയുള്ള GS-ന്റെ ഒക്കെ പഠനത്തിനിടയിൽ, GS-ന്റെ CSAT-ന്റെ മാത്സിന്റെ ഒക്കെ പഠനത്തിനിടയിൽ ഒരു ലെഷർ ടൈമിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാക്കി നമുക്ക് മാറ്റാൻ പറ്റും മലയാളത്തിനെ. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നു എന്നതിനേക്കാളും നമ്മൾ പഠിക്കുന്നു എന്ന തോന്നലില്ലാണ്ട് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് പഠിക്കാതെ കുറച്ച് സമാധാനത്തോടു കൂടി പഠിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റാം. പിന്നെ കുറച്ചൊക്കെ എന്ന് കരുതി ഒരുപാട് വായിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് മലയാളം എടുക്കാൻ പറ്റുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് വായിക്കാനാണുള്ളത്, കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇപ്പൊ നമുക്ക് ചെമ്മീൻ പഠിക്കാനുണ്ട്, അപ്പൊ ചെമ്മീൻ വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, ചെമ്മീൻ സിനിമ കാണുന്നു. അപ്പൊ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ചെമ്മീൻ സിനിമ കണ്ടാണെങ്കിൽ നമുക്ക് അതിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ കറക്റ്റ് കിട്ടിയാൽ മതി. അതായത് ഉത്തരത്തിൽ കൊടുക്കാനുള്ളത് എന്താണോ അതിനെ കറക്റ്റ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് ഏത് വഴിക്ക് കിട്ടുന്നു എന്നുള്ളത് സബ്ജക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഇൻട്രസ്റ്റ് ആണുള്ളത്, നിങ്ങൾക്ക് കേട്ട് പഠിക്കുന്നതാണ് ഇൻട്രസ്റ്റ്, അങ്ങനെയാണെങ്കിൽ കേട്ട് പഠിക്കണം. വിഷ്വലി കണ്ടു പഠിക്കുന്നതാണ് ഇൻട്രസ്റ്റ്, അങ്ങനെയാണെങ്കിൽ വിഷ്വലി കണ്ടു പഠിക്കണം. വായിച്ചു പഠിക്കുന്നതാണ് ഇൻട്രസ്റ്റ്, അങ്ങനെയാണെങ്കിൽ വായിച്ചു പഠിക്കണം. അപ്പൊ ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് ക്രക്സ് കിട്ടുക എന്നുള്ളതാണ്. അത് ക്രക്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മലയാളം ഓപ്ഷനിൽ കുറച്ച് റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് മലയാളം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ, കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷനിലും നിങ്ങൾ എഫേർട്ട് ഇടണം. അപ്പൊ എഫേർട്ട് ഇടാനുള്ള മനസ്സ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കൂടെ ഉണ്ടായമേ, ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്ന ഒന്നാണ് മലയാളം ഓപ്ഷനിൽ. പിന്നെ ഇനി ഞാൻ ഡിഗ്രിക്ക് ബിടെക് ആയിരുന്നു, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഞാൻ മാത്സ് ആയിരുന്നു, ഡിഗ്രിക്ക് ഞാൻ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകളായിരുന്നു, മലയാളം ഓപ്ഷനിൽ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഞാൻ 4ാം ക്ലാസ്സിൽ ഉപേക്ഷിച്ചാണ് മലയാളം, ഞാൻ അതിനുശേഷം മലയാളമേ കണ്ടിട്ടില്ല എന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നുള്ളത് മാത്രമാണ് ഇവിടെ മാറ്റർ ആയിട്ട് വരുന്നത്. എഴുതാനും വായിക്കാനും അറിയാവോ? തരുന്ന ക്ലാസ്സുകളെ നല്ല രീതിയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് തരുന്ന വർക്കുകൾ ചെയ്യാനുള്ള മനസ്സുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മതി, ധാരാളമാണ്. നിങ്ങൾക്ക് മലയാളം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാം. വേറെ ഒന്നും അവിടെ മാറ്റർ ആയിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് അവിടെ എഴുതാനും വായിക്കാനും അറിയാം, തരുന്ന ക്ലാസ്സുകൾ കേൾക്കാനുള്ള മനസ്സുണ്ട്, അതുപോലെ തന്നെ ആ തരുന്ന ക്ലാസ്സുകളിൽ തരുന്ന വർക്കുകൾ ചെയ്തിട്ട് ആൻസർ ആയിട്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സുണ്ട്, ഞങ്ങൾക്ക് ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാം, മലയാളം തിരഞ്ഞെടുക്കാം. അവിടെ വേറൊന്നും എന്താവുന്നില്ല, വേറൊരു നിങ്ങൾക്ക് വേറൊരു ഇത് വരുന്നില്ല, എന്തെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള വേറൊരു കാറ്റഗറി എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാറ്റഗറി വരുന്നില്ല. ഇത്രയാണുള്ളത് എന്തുകൊണ്ട് മലയാളം ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് വർഷങ്ങളിൽ മാർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളതാണ് ഫെബിൻ ജോസ്. പുള്ളി ബിടെക് ആയിരുന്നു. അപ്പോ അവരൊക്കെ എന്താ പറയാ, മലയാളം ഭയങ്കര സാഹിത്യപരമായ ഭാഷയിൽ എഴുതിയവരല്ല, പക്ഷെ എഴുതുന്നതിൽ കണ്ടന്റ് ഉണ്ടായിരുന്നു. ആ കണ്ടന്റിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ പുള്ളിയുടെ മെന്റർ ആയിരുന്നു പേപ്പർ നോക്കുന്നത്. അപ്പൊ പേപ്പർ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്താണോ ആ ഫീഡ്ബാക്കിനെ വളരെ നല്ല രീതിയിൽ എടുക്കാനും
ആ ഫീഡ്ബാക്കിനനുസരിച്ച് ഒരു ഉത്തരത്തിനെ മെച്ചപ്പെടുത്താനുള്ള മനസ്സുണ്ടായിരുന്നു. ഇത് കാരണമാണ് പുള്ളിക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടി. 287 മേലെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ട് കിട്ടി? അത് പുള്ളി മുമ്പ് മലയാളം ഭയങ്കരമായി പഠിച്ചു വന്ന ഒരാളൊന്നും അല്ല. പുള്ളി മലയാളം 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിനും ശേഷം പിന്നെ അതായത് സ്കൂൾ കാലഘട്ടത്തിന് ശേഷം പിന്നെ മലയാളം പഠിക്കുന്നത് UPSCക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ഭയങ്കരമായ സാഹിത്യ ഭാഷയിലൊന്നും എഴുതേണ്ട ആവശ്യകതയൊന്നും ഇല്ല എന്നുള്ളത് അറിയാം. നല്ല രീതിയിൽ ചിട്ടയായി പഠിച്ചിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാർക്കും വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾ മുമ്പ് മലയാളം പഠിച്ചിട്ടുണ്ടോ, MA ആണോ BA ആണോ, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. അതൊന്നും ആവശ്യവുമില്ല. എന്താണ് ചോദ്യം, ആ ചോദ്യത്തിനനുസരിച്ച് എഴുതാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. പഠിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മളെ എന്തുകൊണ്ട് മലയാളം തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ മലയാളം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്ര സമയം കൊണ്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇന്നത് പഠിച്ച ആളാണ്, എനിക്ക് പറ്റുമോ? അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പോൾ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടും. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാറ്റിൽ മെസ്സേജ് ഇട്ടിട്ടാണ് ചോദിക്കുക. ഞാനൊരു 2 മിനിറ്റ് തരികയാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിനെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുക. ഹലോ, ആരും ഇല്ലേ ഇവിടെ? എന്തേലൊക്കെ ചോദിക്കുന്നേ? ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. അബു ത്വാഹിർ, എന്തായിരുന്നു പഠിച്ച ബാക്ക്ഗ്രൗണ്ട്? എന്തായിരുന്നു? മലയാളവുമായി ബന്ധമുള്ള ആളാണോ? അതുപോലെ ഫാത്തിമ, ജോൺ, അബു സംസാരിച്ചോട്ടെ. മലയാളമായിട്ട് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. BA ഹിസ്റ്ററിയാണ്, മലയാളം തന്നെയാണ്. അതിൽ ഓപ്ഷനായിട്ട് എടുത്തോ മലയാളമാണ്. ഓക്കെ, കൊള്ളാലോ. അവിടെ എഴുത്തച്ഛന്റെ കാന്താരി വിലാപം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫാത്തിമ, അതുപോലെ ജോൺ, കാർത്തിക, ഷാനി, എന്തേലൊക്കെ പറയൂ. എന്താണ് നിങ്ങൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ട്? എനിക്ക് നമുക്ക് ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനൊന്നുള്ള സമയം ഈ ഒരു ഓറിയന്റേഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് പോകുന്ന വഴിയെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ജസ്റ്റ് അതെങ്കിലും ഒന്ന് ചാറ്റിലിടൂ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന രീതിയിലാണോ എടുത്തത്? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ സിലബസിലേക്ക് പോയാൽ കംപ്ലീറ്റ്ലി സിലബസ് ആണല്ലോ പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ ആണ് മാം. അബുതോ, താങ്ക് യു. ഓക്കെ, ക്ലിയർ ആണ് മാം. താങ്ക് യു ഷാനി. ഓക്കെ, ഫാത്തിമ, ജോൺ ആൻഡ് കാർത്തിക. കാർത്തിക ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഫാത്തിമ ആൻഡ് ജോൺ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. നമ്മള് മലയാളം സിലബസ് ആണ് നെക്സ്റ്റ് പരിചയപ്പെടുന്നത്. സിലബസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സിലബസ് കണ്ട് സിലബസിൽ എഴുതിയിട്ടുള്ളതൊക്കെ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് അയ്യോ ഇതാണോ മലയാളം ഞങ്ങൾക്ക് വേണ്ടേ എന്നൊന്നും പറയണ്ട. ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് സിലബസ് എന്ന് പറയണത്. ഇത് പേപ്പർ 1 ആണ്. പേപ്പർ 1ന്റെ സിലബസ് ആണിത്. സെക്ഷൻ എ, അതായത് മലയാള ഭാഷയുടെ തുടക്കം മുതൽ, ആദിമ മുഖം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ തുടക്കം മുതൽ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പറഞ്ഞു തരാം കേട്ടോ ഓരോന്നായിട്ട്. ഇങ്ങനെയാണ് മലയാളത്തിന്റെ സിലബസ് എന്ന് പറയുന്നത്. പേപ്പർ 1ന്റെ സിലബസ് ആണിത്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നിങ്ങളോട് ചോദിക്കൂല.
നമുക്ക് ഒരു തരത്തിലും കറന്റ് അഫയേഴ്സിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, കറന്റ് അഫയേഴ്സ് മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ വേറെ ഏത് ഓപ്ഷനിൽ എടുക്കുന്ന സമയത്ത് ഇപ്പോ വേറെ ഏത് ഓപ്ഷനിലായിക്കോട്ടെ, അത് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കറന്റ്ലി നടക്കുന്ന ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒന്നും അതിനുള്ള സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും. ആ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൽ കൂടുതൽ മാറ്റം വരുത്തി ട്രിക്കി ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതകളൊന്നും മലയാളം ഓപ്ഷൻ തന്നെ ഇല്ല, അല്ലേ? അപ്പൊ നോക്കുന്ന സമയത്ത് സിലബസിൽ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് UPSC. ആ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കുന്ന അപ്പുറത്തേക്ക് വേറൊന്നും ചോദിക്കൂല. അപ്പൊ സിലബസ് ഇതാണ്, പേപ്പർ 1 സിലബസ് ആണിത്. ദെൻ പേപ്പർ 2 വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കവിതകളും കുറച്ച് ഗദ്യങ്ങളാണുള്ളത്. ഗദ്യം എന്ന് പറഞ്ഞാൽ പ്രോസ് എന്ന് പറഞ്ഞാൽ ബുക്കുകൾ, അതായത് ചെറുകഥ, നോവൽ, ഇതൊക്കെയാണ് പ്രോസ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കവിതകളും പോയംസും കുറച്ച് പ്രോസുകളാണ് ഉള്ളത്. അപ്പൊ പേപ്പർ 2 സെക്ഷൻ A കവിതകളാണ്, സെക്ഷൻ Bയിലേക്ക് വരുന്ന സമയത്ത് പ്രോസുകളാണ്. അപ്പൊ നമുക്ക് നോവൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നോവലൊന്നും അല്ല, 3 നോവല്, 2 ചെറുകഥ, 1 നാടകം, എല്ലാ വിഭാഗങ്ങളും, അതായത് എല്ലാ ജനറൽ എന്നുള്ള ഉൾപ്പെടുന്നതും എന്തുണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നാടകത്തിന് ഒരു നാടകം പഠിക്കാനുണ്ട്, പിന്നെ ക്രിറ്റിസിസത്തിന് ഒരു ക്രിറ്റിസിസം നിരൂപണം പഠിക്കാനുണ്ട്, ഓട്ടോബയോഗ്രഫിക്ക് ഒരു ഓട്ടോബയോഗ്രഫി പഠിക്കാന്, ഒരു ബയോഗ്രഫിക്ക് ഒരു ബയോഗ്രഫി പഠിക്കാന്, അങ്ങനെയാണ്. അപ്പൊ എല്ലാത്തിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ പഠിക്കാനാണ് നമുക്കുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു കവിത മാത്രമായിട്ടും തരുന്നില്ല, നോവൽ മാത്രമായിട്ടും തരുന്നില്ല. എല്ലാ സാഹിത്യ വിഭാഗങ്ങളിൽ നിന്നും ഓരോ കാര്യങ്ങളെ പഠിക്കാനുണ്ട്. എല്ലാ സാഹിത്യ വിഭാഗങ്ങളെ കുറിച്ചും നമുക്കൊരു ഓവർവ്യൂ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ആണ് പേപ്പർ 1 ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ് കേട്ടോ, പേപ്പർ 1 എന്താണ്, അതുപോലെ തന്നെ പേപ്പർ 2 എന്താണെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട് മൈക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്കൂ, നമുക്ക് ഞാൻ പറഞ്ഞു മലയാളം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ മലയാളത്തിന്റെ തുടക്കം എന്താണ്, മലയാള ഭാഷ എങ്ങനെ ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പൊ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പേപ്പർ 1 എന്ന് പറഞ്ഞത് കുറേം കൂടെ തിയറി ബേസ്ഡ് ആയിട്ടാണ് ഉള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ തിയറി ആണ് ഉള്ളത് പേപ്പർ 1 എന്ന് പറയുന്നത്. അതിൽ പേപ്പർ 1 സെക്ഷൻ A ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നതാണ്, നോക്കിക്കോളൂ. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് 1. 6 യൂണിറ്റുകളാണ് നമുക്ക് പേപ്പർ 1 ഉള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും പേപ്പർ 1, അതുപോലെ തന്നെ പേപ്പർ 2. 1 പേപ്പർ 2 ഇതിൽ നമുക്ക് സെക്ഷൻ A ഉണ്ട്, പേപ്പർ 2ലും സെക്ഷൻ A ഉണ്ട്. ദെൻ പേപ്പർ 1 സെക്ഷൻ A എന്ന് പറയുന്നത് എന്താണ്, 3 യൂണിറ്റ് ഉള്ളത്, 1, 2, 3 യൂണിറ്റ്. പേപ്പർ 2ലും സെക്ഷൻ A എന്ന് പറയുന്നത് 3 യൂണിറ്റ്, 1, 2, 3, 3 യൂണിറ്റ്. ദെൻ പിന്നീട് സെക്ഷൻ B ഉണ്ട്, പേപ്പർ 2ലും സെക്ഷൻ B ഉണ്ട്. ഇവിടെയും എന്താണ്, 3 യൂണിറ്റ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് 4, 5, 6 3 യൂണിറ്റ് ഉണ്ടാവും. ഫോർ, 5, 6 അങ്ങനെ 3 യൂണിറ്റുകൾ ഉണ്ടാവുക. ഇത് ഇങ്ങനെ തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴാണ് മനസ്സിലാവുക എന്തുകൊണ്ട് അങ്ങനെ തരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ.
ജസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പോ സെക്ഷൻ എയില് 3 യൂണിറ്റ് ഉണ്ട്, സെക്ഷൻ ബിയിൽ 3 യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ സെക്ഷൻ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് തരണം, സെക്ഷൻ ബി എന്ന് കുറച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് തരണം. കാരണം 8 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 സെറ്റ് ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്, ഏതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് തരുന്നത് നമുക്ക് സെറ്റ് എ സെറ്റ് ബി ഒക്കെ കണക്കാക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർ 1 നമുക്ക് ഏറ്റവും അധികം പഠിച്ച് നമുക്ക് ഹോൾഡ് ഉള്ളത് സെക്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സെക്ഷൻ എ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ തിരിച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പേപ്പർ 1 സെക്ഷൻ എയിൽ പഠിക്കുന്ന അധികവും ലാംഗ്വേജ് ആണ്. അതായത് ഇപ്പൊ എഴുത്തച്ഛന്റെ ഭാഷ നമ്മൾ സെക്ഷൻ എയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ സെക്ഷൻ ബിയിൽ പഠിക്കുന്നത് ലിറ്ററേച്ചർ ആണ്, എഴുത്തച്ഛന്റെ സാഹിത്യമാണ്. ഇപ്പൊ ഭാഷ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭാഷയിൽ പദം ഉപയോഗിക്കുന്ന രീതി, വേർഡ്സ് എങ്ങനെയാണ്, ഗ്രാമർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അതായത് വേർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര അലങ്കരിച്ചിട്ടാണ്, അതായത് ഭയങ്കര വർണ്ണനാത്മകമായിട്ടാണൊക്കെ പറയുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അതിന്റെ കഥ എന്തായിരുന്നു, ഇതൊക്കെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സമയത്ത് സെക്ഷൻ എയിലും നമുക്ക് എഴുത്തച്ഛനെ പഠിക്കാനുണ്ട്, സെക്ഷൻ ബിയിലും എഴുത്തച്ഛനെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ എഴുത്തച്ഛൻ എന്നുള്ളൊരു വ്യക്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എന്താണ്, നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി, രണ്ട് ഭാഗത്തും നമുക്ക് ഉത്തരം എഴുതാനുള്ള സാധ്യതകൾ കിട്ടുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്തും സെക്ഷൻ എ സെക്ഷൻ ബി പേപ്പർ 1 നമുക്ക് എന്താണ്, ഓവർലാപ്ഡ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെക്ഷൻ എ സെക്ഷൻ ബി തിരിച്ച് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് സെക്ഷൻ എ സെക്ഷൻ ബി കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം, അതായത് സിലബസിലേക്ക്, കംപ്ലീറ്റ് സിലബസിലേക്ക് വരാം. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് നോക്കി നോക്കൂ. ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് തന്നെ മലയാള ഭാഷയുടെ ആദിമമുഖം. ആദിമമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഫേസ് അല്ലെ, അതായത് തുടക്കകാലം എങ്ങനെയാണ്, സ്റ്റാർട്ടിങ്, മലയാള ഭാഷയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ ബർത്ത്, ബോൺ എങ്ങനെയാണ് മലയാള ഭാഷ ഉണ്ടായത്, ഇതാണ് മലയാള ഭാഷയുടെ ആദിമമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, മലയാള ഭാഷ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ, എന്നതിനെ കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ, വ്യത്യസ്തമായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെയാണ് നമ്മളെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, മലയാള ഭാഷ വ്യത്യസ്തമായ പല ഭാഷകളിൽ നിന്ന് ഉണ്ടായതാണെന്ന് പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞു സംസ്കൃതം എന്നുള്ള ഭാഷയിൽ നിന്നാണ് മലയാളം ഉണ്ടായത്, അതിനെ നമ്മൾ സംസ്കൃതത്തിൽ നിന്നുണ്ടായി എന്നുള്ള സിദ്ധാന്തം പറയും. രണ്ടാമതൊരു കൂട്ടർ പറഞ്ഞു തമിഴ് എന്നുള്ള ഭാഷയിൽ നിന്നാണ് മലയാളം ഉണ്ടായത്, സംസ്കൃതത്തിൽ നിന്നൊന്നും അല്ലാന്ന്. അപ്പൊ അതിനെ നമ്മൾ തമിഴിൽ നിന്നുണ്ടായതാണെന്നുള്ള രീതിയിലുള്ള സിദ്ധാന്തം പഠിക്കും. ചില പണ്ഡിതന്മാര് ഇപ്പൊ ഉള്ളൂരിനെ പോലെയൊക്കെയുള്ള പിന്നെ നമുക്ക് നിലനിൽക്കുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് മൂലദ്രാവിഡം. മൂലദ്രാവിഡം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മൾ പറയുമല്ലോ നമ്മൾ ദ്രവീഡിയൻസ് ആണെന്ന് പറയില്ലേ, അതായത് സൗത്ത് ഇന്ത്യൻസിനെ നമ്മൾ ദ്രവീഡിയൻസ് ആണ്, നമ്മൾ തമിഴന്മാരും ഒക്കെ നമ്മൾ ദ്രവീഡിയൻ ഫാമിലി ആണെന്നാണ് പറയാ. നമ്മൾ മലയാളികളൊക്കെ മദ്രാസികൾ എന്നൊക്കെ പറയുന്നത് ദ്രവീഡിയൻസ് ആണെന്നാണ് പറയാ. അപ്പൊ ദ്രാവിഡം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ നിന്നും മലയാള ഭാഷ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ഉണ്ടായതാണ്. മലയാള ഭാഷ വളരെയധികം സ്വത്വത്തോടു കൂടി തൻ്റെതായ ഒരു ഐഡന്റിറ്റിയോട് കൂടി ഉണ്ടായതാണെന്ന് പറയുന്നതാണ് മൂലദ്രാവിഡ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണെന്ന് ചിലർ പറയുന്നു, തമിഴിൽ നിന്നുണ്ടായതാണെന്ന് ചിലർ പറയുന്നു, ചിലര് ഭയങ്കര സ്വതന്ത്രമായിട്ട് മലയാളത്തിന് തൻ്റെതായ ഒരു സ്വത്വത്തോടു കൂടി തൻ്റെതായ ഒരു ഐഡന്റിറ്റിയോട് കൂടി ഉണ്ടായതാണെന്ന് പറയുന്നു. അപ്പൊ ഈ 3 സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുക. ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ആരൊക്കെയാണ് ഈ ഒരു സിദ്ധാന്തം പറഞ്ഞത്, ഇപ്പൊ സംസ്കൃതത്തിൽ നിന്നുണ്ടായി എന്ന് ആര് പറഞ്ഞു, അതിന് അയാൾ വല്ല തെളിവും വെച്ചിട്ടുണ്ടോ, ആ പണ്ഡിതൻ വല്ല തെളിവും വെച്ചിട്ടുണ്ടോ, മൂലദ്രാവിഡ അല്ലെങ്കിൽ സ്വതന്ത്രമായി ഉണ്ടായതാണെന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞത്, അതിന് വല്ല തെളിവുകളുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള, ഡ്രൈ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് നമുക്ക് ഇങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നമുക്ക് പഠിക്കാന്, പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റൂ അല്ലേ. നമുക്കിങ്ങനെ ഭയങ്കര സാഹിത്യപരമായിട്ട് ആസ്വദിച്ചൊന്നും ഇരിക്കാനൊന്നും പറ്റൂല. പക്ഷേ നമുക്ക് പഠിക്കുന്നത് എന്താണോ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്നതാണ്
ഈ ഒരു യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്. കാരണം എന്താ വെച്ചാല് ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് GS ഒക്കെ പഠിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ കണ്ടന്റ് പഠിച്ചു പോവുക, നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക, മാർക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ച് ഒരു ഇച്ചിരിയൊക്കെ നമുക്ക് ഇങ്ങനെ മടിയൊക്കെ തോന്നിയാലും പക്ഷെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതും, അതുപോലെ തന്നെ പേപ്പറിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടുന്ന ഭയങ്കര ഷുവർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 1.1 യൂണിറ്റ് 1 തന്നെ ഒരു പാർട്ടാണ് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് വന്നതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഉണ്ടാവും അല്ലെ. ഇവിടെ മലയാളം ഉത്ഭവിച്ചതുമായി ബന്ധപ്പെട്ട തിയറിയാണ് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് 1.2. 1.2 എന്താണ്? തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം. ഇവിടെ അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് പറയുന്നുണ്ട്, തമിഴുമായി ബന്ധപ്പെട്ട് മലയാളത്തിന്റെ ബന്ധം ഓൾറെഡി ഇവിടെ പറയുന്നുണ്ടല്ലേ 1.1. ഈ 1.1 പറയുന്ന ഒരു പണ്ഡിതനാണ് നമ്മൾ കേരളപാണി എന്ന് പറയാ. കേരളപാണി എന്ന് പറയേണ്ട AR രാജരാജവർമ്മ എന്നും പറയാം. അപ്പോൾ AR രാജരാജവർമ്മ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് കേരളപാണി. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഇവിടെ തമിഴ് സിദ്ധാന്തത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. തമിഴിൽ നിന്ന് മലയാളം ഉത്ഭവിച്ചു എന്നുള്ള സിദ്ധാന്തം നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് 1.2 എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം തമിഴും മലയാളവും തമ്മിൽ ബന്ധമുണ്ട്, തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അപ്പൊ അത് എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് 1.2. ദാറ്റ് മീൻസ് 1.1ന്റെ ബാക്കിയാണ് 1.2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 1.1 പഠിച്ച കാര്യത്തിനെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരാളെ മാത്രം കേട്ടോ, 1.1 നമ്മൾ പഠിക്കുന്ന എല്ലാവരെയും അല്ല, ഒരാളെ മാത്രം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് 1.2 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ 1.1ഉം 1.2 എന്താണ്, ഒരുമിച്ചുള്ളൊരു പാക്കേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. 1.1ഉം 1.2ഉം ഒറ്റ പാക്കേജ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ 1.1 പഠിച്ചാൽ നമ്മൾ നേരെ പഠിക്കേണ്ട 1.2 ആണ്. ദെൻ ആ ഒരു പാക്കേജ് തീർന്നു. അതായത് നമുക്ക് എല്ലാ വർഷവും ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ എല്ലാ വർഷവും വരാറുണ്ട്. നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50 മാർക്കിന്റെ അടുത്തൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം, 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. ഒന്നേ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും, 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് വരും, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് വരും. അപ്പൊ ഇത് 3 ടൈപ്പും ഈ 2 യൂണിറ്റിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന യൂണിറ്റുകളാണ് ഇത് രണ്ടും കേട്ടോ. അതായത് 1.1ഉം 1.2. ഇനി 1.3. 1.3 എന്ന് പറയുമ്പോൾ പാഠ്യപ്രസ്ഥാനം. അതായത് മലയാളത്തിലെ ആദ്യകാലം, മലയാളം ഉണ്ടായതിനു ശേഷമുള്ള നമുക്ക് ഓരോരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് ഓരോരോ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതായത് കുറച്ച് കവിതകളൊക്കെ എഴുതിയിട്ടുള്ള സാഹിത്യ കാലഘട്ടത്തിനാണ് നമ്മളൊരു പ്രസ്ഥാനം എന്ന് പറയാം. അപ്പൊ അതിലിപ്പോ കുറച്ച് ആളുകൾ അതേപോലെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവരെ എല്ലാവരെയും ചേർത്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ വരുന്ന കവികൾ എന്ന് പറയും. ഇപ്പൊ ഒരുപാട് പേര് നോവൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോവൽ എന്നുള്ള ഒരു ജനറലാണ് അവർ വരിക എന്ന് പറയില്ലേ. അതുപോലെ കവിതകളിൽ തന്നെ ഡിഫറെന്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് പാഠ്യപ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ് പാഠ്യപ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ മലയാള ഭാഷയുടെ അതിൽ തന്നെ പോയത്തിന്റെ വളർച്ച കേട്ടോ. അപ്പൊ നമ്മൾ കവിതയുടെ വളർച്ചയാണ് ആദ്യം പറയുന്നത്. അപ്പൊ മലയാള ഭാഷയുടെ വളർച്ച നമ്മൾ പറഞ്ഞു. ദെൻ ഇനി കവിതയുടെ വളർച്ചയാണ് പറയുന്നത്. കവിതയുടെ വളർച്ചയിൽ ആദ്യമായിട്ടുണ്ടായതാണ് പാഠ്യപ്രസ്ഥാനം. അപ്പൊ ആ പാഠ്യപ്രസ്ഥാനത്തിൽ എഴുതേണ്ട രീതി ഉണ്ടാവും. അതിൽ കവിതകൾ എഴുതുന്ന സമയത്ത് ഉണ്ടാവുന്ന ലക്ഷ്യം, നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ അല്ലെ. അപ്പൊ എഴുതേണ്ട രീതിക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ആ ഡെഫിനിഷൻ എന്താണ്, അതിൽ വരുന്ന ചില കൃതികളുണ്ട്. അപ്പൊ അതിൽ ഒരു പാട്ടാണ് രാമചരിതം എന്ന് പറയുന്നത്. അപ്പൊ രാമചരിതം എഴുതിയത് ആരാണ്, അതിന്റെ ഭാഷ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയാ. പിന്നെ പിൽക്കാല പാട്ടുകൃതികൾ എന്ന് പറയുന്നതാണ് നമ്മൾ നിരണം കൃതികൾ എന്ന് പറയുന്നത്. ഈ പേരുകളൊന്നും നമ്മൾ ഒരു സ്ഥലത്തും കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇതൊക്കെ 12ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ളതാണ്. നമ്മൾ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഈവൻ നമ്മൾ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ രാമായണ മാസകാലത്ത് രാമായണം ചൊല്ലുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും കേട്ടിട്ടുണ്ടാവുക നമ്മൾ എഴുത്തച്ഛനൊക്കെ ആയിരിക്കും. പിന്നെ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണെന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അത് മുതൽ എഴുത്തച്ഛനൊക്കെ വരുന്നത് എന്താണ്, 16ാം നൂറ്റാണ്ടൊക്കെയാ. അപ്പൊ അത് മുതലുള്ള ആളുകളെ നമ്മൾ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്ന് വെച്ചാൽ 12ാം നൂറ്റാണ്ടിൽ വന്ന ആളുകളാണ്. അപ്പൊ രാമചരിതം എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ടിലുള്ള കൃതിയാണ്. നിരണം കൃതികൾ എന്ന് പറയുന്നത് 14ാം നൂറ്റാണ്ടിലുള്ള കൃതിയാണ്. അപ്പൊ ഇവരെ കുറിച്ചൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ അയ്യോ ഞാൻ ഇവരെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലല്ലോ, ഇതൊക്കെ ആരാണാവോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇവരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും.
നമുക്ക് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവരെ കുറിച്ച് പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾ ആ രീതിയിലൊന്നും ടെൻഷൻ ആവണ്ട. അയ്യോ ഇവരെ കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ മലയാളം ഓപ്ഷനിൽ എടുക്കുന്നില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനാണ് നമ്മളെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് പാഠ്യപ്രസ്ഥാനം മലയാളത്തിലെ ആദ്യത്തെ കാവ്യ പ്രസ്ഥാനമാണ്. അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, അതിൽ എഴുതേണ്ട രീതി, ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എന്തായിരുന്നു? അതിൽ വന്നിട്ടുള്ള ആദ്യത്തെ കൃതിയാണ് രാമചരിതം. അപ്പൊ ആദ്യത്തെ കൃതി ഏതാണ്? പിന്നീട് അതിൽ നിന്നും ആ ഒരു പാഠ്യപ്രസ്ഥാനത്തിൽ തന്നെ ചെറിയൊരു എവല്യൂഷൻ ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണ് നിരണം കൃതികൾ. അപ്പൊ അവര് ആരൊക്കെയാണ്, അല്ലെങ്കിൽ നിരണം കൃതികൾ അവരുടെ സ്വഭാവം എന്താണ്? പിന്നെ കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് പേരെങ്കിലും ചിലപ്പം കേട്ടിട്ടുണ്ടാവും കേട്ടോ. എന്താണ് കൃഷ്ണഗാഥയുടെ ഒക്കെ ചില വീടുകളിലൊക്കെ രാമായണം പോലെ തന്നെ ചൊല്ലുന്ന ഒന്നാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും ആ പേര് കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. അപ്പൊ ഈ 3 കൃതികളെ കുറിച്ചാണ് ആ കൃതികളെ കുറിച്ചാണ്. അതിന്റെ ഫുൾ വരികളൊന്നും അല്ല ഇവിടെ ആവശ്യം. ആ കൃതികള് ആരാണ് എഴുതിയത്, അതിന്റെ ഭാഷ എങ്ങനെയാണ്, അതായത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയായിരുന്നോ അതിലുണ്ടായിരുന്നത്, അതിന്റെ ഭാഷയിൽ തമിഴ് കലർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഭാഷയിൽ സംസ്കൃതം കലർന്നിട്ടുണ്ടോ, അഥവാ ശുദ്ധ മലയാളത്തിലാണോ എഴുതിയിട്ടുള്ളത്? ഇപ്പൊ കൃഷ്ണഗാഥയൊക്കെ മലബാർ ഡയലക്റ്റിൽ എഴുതിയിട്ടുള്ള ഭാഷയാണ്. അപ്പൊ ശുദ്ധ മലയാളത്തിലാണോ എഴുതിയിട്ടുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഭാഷ എന്നും പറഞ്ഞിട്ട് പാഠ്യപ്രസ്ഥാനത്തിൽ പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ പാഠ്യപ്രസ്ഥാനത്തിൽ 1.3 എന്ന് പറയുന്നത് എന്താണ്? പാഠ്യപ്രസ്ഥാനമാണ്. പാഠ്യപുസ്തകത്തിന്റെ ഭാഷയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി നമ്മളെ ഇതേ സെയിം സാധനം തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? യൂണിറ്റ് 4ലും പഠിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. യൂണിറ്റ് 4ലും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, അത് മൈൻഡിൽ വെച്ചാൽ മതി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പഠിച്ചാൽ തന്നെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക എന്നുള്ളത്. നമ്മൾ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോഴും സെയിം സാധനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ചെറുതായിട്ടുള്ള മാറ്റം മാത്രമാണ് ഉള്ളത്. അപ്പൊ യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മലയാള ഭാഷയുടെ ആദിമമുഖം, മലയാള ഭാഷയുടെ തുടക്കകാലം എങ്ങനെയാണെന്നുള്ളത്, മലയാള ഭാഷ എങ്ങനെ ഉണ്ടായി, ജനിച്ചത് എങ്ങനെയാണെന്നുള്ള സിദ്ധാന്തങ്ങൾ പഠിച്ചു. ആ സിദ്ധാന്തങ്ങൾ കുറച്ച് ഒരാളെ പറ്റി മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1.2ൽ പഠിക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിലെ ആദ്യത്തെ കവിതാ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഭാഷാപരമായ സവിശേഷത തന്നെയാണ്. അവിടെ പഠിക്കുന്ന അടുത്ത ഒരു പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം. അതായത് അന്ന് നമുക്ക് 12ാം നൂറ്റാണ്ടിലൊക്കെ നമുക്ക് മലയാളം പോലെ തന്നെ പ്രബലമായിട്ടുണ്ടായിരുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. അപ്പൊ മലയാളവും സംസ്കൃതവും ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ചേർച്ച എങ്ങനെയാണ്, അതായത് അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ പിന്നെ മണിപ്രവാള കൃതികളിൽ തന്നെ ആദ്യകാലത്തുണ്ടായ കുറച്ച് കൃതികളുണ്ട്, പിന്നീടുള്ള കാലത്തുണ്ടായ കുറച്ച് കൃതികളുണ്ട്. അപ്പോൾ പ്രാചീന മണിപ്രവാള കൃതികൾ, പ്രാചീനം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തുള്ള പഴയ മണിപ്രവാള കൃതികളുടെ ഭാഷ എങ്ങനെയായിരുന്നു? അപ്പൊ അതില് ചമ്പുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഉൾപ്പെടുന്നുണ്ട്. അതിലെ കൃതികള്, അതുപോലെ തന്നെ സന്ദേശ കാവ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, ചന്ദ്രോത്സവം, മണിപ്രവാള ലഘുകാവ്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഇതൊന്നും ഡീറ്റെയിൽ നമുക്ക് ഓരോന്നോരോന്നൊന്നും പഠിക്കാനില്ല. അതായത് നമുക്ക് ആകെ ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ, പ്രാചീന മണിപ്രവാള കൃതികളുടെ ഭാഷ എങ്ങനെയാണ്. ആ ഭാഷ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കൃതികൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വിഭാഗങ്ങൾ മാത്രമാണ് ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, ചന്ദ്രോത്സവം, മണിപ്രവാള ലഘുകാവ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പകരം മണിപ്രവാളത്തിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ആദ്യകാല മണിപ്രവാള കൃതികളുടെ ഭാഷ എങ്ങനെയായിരുന്നു, രണ്ടാമത് പിൽക്കാല മണിപ്രവാള കൃതികൾ, പിന്നീട് എഴുതിയ മണിപ്രവാള കൃതികൾ, അല്ലെങ്കിൽ നമ്മളതിനെ മധ്യകാല മണിപ്രവാള കൃതികൾ എന്നും പറയാം. അപ്പം പിന്നീട് എഴുതിയ മണിപ്രവാള കൃതികളുടെ ഭാഷ എങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളിത് പഠിക്കും. മണിപ്രവാളം എന്താണ്, ആദ്യം എഴുതിയ മണിപ്രവാള കൃതികളുടെ ഭാഷ എങ്ങനെയായിരുന്നു, അതിൽ സംസ്കൃതം കുറെ ഉണ്ടായിരുന്നോ, കുറച്ചാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ എഴുതിയിരുന്നത്, അതിന്റെ എന്താണ് എഴുതിയിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. പിന്നീട് പിൽക്കാലത്തേക്ക് വരുമ്പോൾ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതാണ് പഠിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ പിന്നീടുള്ള ഒരു പ്രസ്ഥാനമാണ് നാടോടി വിജ്ഞാനീയം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു സാധനം അതായിരിക്കും. നാടോടി വിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടി പാട്ടുകൾ. അതായത് നാടോടി പാട്ടുകൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഉണ്ണിയാർച്ചനെ പറ്റിയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ആരോമൽ ചേകവര്, അതുപോലെ തന്നെ ചന്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വടക്കൻ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ തെക്കൻ പാട്ടുകള്, വടക്കൻ പാട്ടുകള്, പിന്നെ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകള്, ഈ 3 വിഭാഗങ്ങൾ. അപ്പൊ തെക്കൻ പാട്ടുകളുടെ ഭാഷ എങ്ങനെയാണ്, വടക്കൻ പാട്ടുകളുടെ ഭാഷ എങ്ങനെയാണ്? അപ്പൊ തെക്കൻ പാട്ട് വടക്കൻ പാട്ട് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ളതാണ് തെക്കൻ പാട്ട്. അപ്പൊ തെക്ക് ഭാഗത്തുള്ള ഭാഷ എങ്ങനെയായിരുന്നു?
വടക്ക് ഭാഗത്തുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. അപ്പൊ വടക്ക് ഭാഗത്തുള്ള ഭാഷ എങ്ങനെയായിരുന്നു? ഇനി മുസ്ലിം ജനവിഭാഗത്തിന് ഇടയിലുണ്ടായിരുന്ന പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ. അപ്പൊ ആ പാട്ടുകളുടെ ഭാഷ എങ്ങനെയായിരുന്നു? ഇത് മൂന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ഭാഷ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെയൊക്കെയായിരുന്നു ഭാഷ, അതിനെ ഉപയോഗിച്ചിരുന്ന രീതികൾ ഇങ്ങനെയൊക്കെയാണ്, വാക്കുകൾ. ഇപ്പൊ വടക്കൻ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വടക്കൻ മലബാറിലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വാക്കുകളിലൊക്കെ എന്തുണ്ടാവും? ഒരു വ്യതിയാനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മള് പിന്നെ ഭയങ്കര അച്ചടി ഭാഷയൊന്നും പറയാണ്ട് നമ്മൾ കുറച്ച് നമ്മുടെ നാടിനനുസരിച്ചുള്ള ഒരു വകഭേദങ്ങൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ മലബാറിലെ തന്നെ മലപ്പുറത്ത് ഉപയോഗിക്കുന്ന ഭാഷ വേറെയാവും, കോഴിക്കോട് ഉപയോഗിക്കുന്ന ഭാഷ വേറെയാവും, മലബാറിലെ ഭാഷയായാലും നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളതാണ് നമ്മൾ വടക്കൻ പാട്ടുകളിൽ പഠിക്കുക. മാപ്പിള പാട്ടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? മാപ്പിള ഭാഷ എങ്ങനെയായിരുന്നു മാപ്പിളം പാട്ടുകളിൽ ഉപയോഗിച്ചിരുന്നത്. ഇത്രയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ പഠിക്കാം. ഈ ഒരു യൂണിറ്റ് ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പഠിക്കാൻ, കാരണം നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഉദാഹരണമൊക്കെ ആയിട്ട് പറയുന്ന സമയത്ത് ഉണ്ണിയാർച്ചനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഉണ്ണിയാർച്ചനെ കുറിച്ച് അങ്ങ് എഴുതിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ അതിനുശേഷം അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് പ്രാചീന മലയാള ഗദ്യങ്ങൾ. ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസ് അല്ലേ? അതായത് പോയമായിട്ട് എഴുതാത്ത എന്തും ഗദ്യമാണ്. നമ്മള് എന്താ പറയുക, കുറിപ്പുകളായിട്ട് എഴുതുന്നതാവാം, ഉപന്യാസങ്ങൾ ലേഖനങ്ങളായിട്ട് എഴുതുന്നതാവാം, എസ്സേ ആയിട്ട് എഴുതുന്നതാവാം, നോവലായിട്ട് എഴുതുന്നതാവാം, ഷോർട്ട് സ്റ്റോറീസ് ചെറുകഥയായിട്ട് എഴുതുന്നതാവാം, എന്തും എന്താണ്? ഗദ്യമാണ്. അപ്പൊ പ്രാചീന മലയാള ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ കാലത്തുള്ള ഏറ്റവും മലയാള ഭാഷ ഉത്ഭവിച്ചിട്ടുള്ള പ്രോസ് എഴുതുന്ന ആദ്യ കാലങ്ങളിൽ മലയാള ഗദ്യ ഭാഷ എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ പോയം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ മണിപ്രവാളം എന്ന് പറയുന്നത് പോയമാണ്, പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത് പോയമാണ്, നാടോടി പാട്ടുകൾ എന്ന് പറയുന്നതും പോയമാണ്. അപ്പൊ ആദ്യകാലത്തുള്ള പോയത്തിന്റെ ഭാഷ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? കവിതയുടെ ഭാഷ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഗദ്യത്തിന്റെ ഭാഷയും പറയേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പൊ ആദ്യകാലത്തെ മലയാള ഗദ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഭാഷാ കൗടല്യം എന്ന് പറഞ്ഞത്, ഇപ്പൊ നമ്മളെ കൗടല്യന്റെ അർത്ഥശാസ്ത്രമൊക്കെ എഴുതിയതാണ് ഭാഷാ കൗടല്യം എന്ന് പറയുന്നത്. അപ്പൊ ഭാഷാ കൗടല്യം, ബ്രഹ്മാണ്ഡ പുരാണം, ഈ പേരുകളൊന്നും നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവുന്നു വേണ്ട. ആട്ടപ്രകാരം, ക്രമദീപിക, നമ്പ്യാൻ തമിഴ്, ഇത്രയാണുള്ളത്. ഇത് ഓരോന്നും എടുത്ത് പഠിക്കേണ്ട, പകരം ഇതിലൊക്കെ കാണുന്ന മലയാളത്തിന്റെ ഗദ്യഭാഷ, അതായത് പ്രോസ് എഴുതിയ ഭാഷ എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്യാണ് നമ്മളവിടെ ചെയ്യുക. അല്ലാണ്ട് ഇത് ഓരോ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഓരോ ബുക്കുകൾ എടുത്ത് പഠിക്കുകയല്ല. ഇതിലൊക്കെ വന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള മലയാള ഗദ്യ ഭാഷയുടെ രീതി എങ്ങനെയാണ്, ഇതാണ് നമ്മൾ പ്രാചീന മലയാള ഗദ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മലയാള ഭാഷ ഒരു 12ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള ഭാഷയിലെ കവിത, അതുപോലെ തന്നെ ഗദ്യം, കവിത അല്ലെങ്കിൽ പദ്യം അല്ലെ? പദ്യം, ഗദ്യം. പദ്യത്തിന്റെയും ഗദ്യത്തിന്റെയും സ്വഭാവം, ഭാഷയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു 12ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള ഭാഷയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ 2 യൂണിറ്റുകളിൽ പഠിക്കുന്നത്. ഓക്കെ ആണോ? ആദ്യത്തെ 2 യൂണിറ്റുകൾ നമ്മൾ പഠിക്കുന്നത് അതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് 3 എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ മാനകീകരണം. മാനകീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് മാനകീകരണം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മലയാള ഭാഷയെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മലയാള ഭാഷ എത്തി, അതെങ്ങനെയെന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ഭാഷാപരമായ സവിശേഷതകൾ. പാന, കിളിപ്പാട്ട്, തുള്ളല്. പാന കേട്ടിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോ. ജ്ഞാനപ്പാന നമ്മൾ പറയില്ലേ, ഈ വരികളൊക്കെ ജ്ഞാനപ്പാന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളൊക്കെ പല ഭാഗങ്ങളിലും നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ജ്ഞാനപ്പാന പോലെയുള്ള പാനയുടെ പൂന്താനം എഴുതിയതാണ്. അപ്പൊ പാനയുടെ ഭാഷാ സവിശേഷത എന്താണ്? അതായത് വളരെ ലളിതമായിട്ട് സാധാരണ മനുഷ്യർക്ക്, കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണ് പാനയുടെ. അപ്പൊ ആ ഭാഷ എങ്ങനെയാണെന്നാണ് നമ്മൾ പാനയിൽ പറയാം. അടുത്ത എന്താണ്? കിളിപ്പാട്ട്. കിളിപ്പാട്ട് ആരുടെയാണ്? എഴുത്തച്ഛൻ അല്ലേ? അപ്പൊ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിന്റെ സ്വഭാവം എങ്ങനെയാണ്? അപ്പൊ എഴുത്തച്ഛന്റെ ഭാഷ എങ്ങനെയാണ്? അപ്പൊ എഴുത്തച്ഛനാണ് നമുക്ക് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് എഴുത്തച്ഛനെയാണല്ലേ. അപ്പൊ എന്തുകൊണ്ട് മലയാള ഭാഷയുടെ പിതാവായിട്ട് എഴുത്തച്ഛനെ പറയുന്നു? കാരണം ഞാൻ പറഞ്ഞു, എഴുത്തച്ഛനും പിന്നെ കിളിപ്പാട്ടൊക്കെ വരുന്നത് 16ാം നൂറ്റാണ്ടാണ്. അപ്പൊ 12ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ നമുക്ക് മലയാളം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ മലയാള ഭാഷയുടെ പിതാവായിട്ട് പറയുന്നത് 16ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള എഴുത്തച്ഛനെയാണ്. സോ എഴുത്തച്ഛൻ മലയാള ഭാഷേനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 12 മുതൽ 15 വരെയുള്ള മലയാള ഭാഷേനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടാവും.
അതായത് മാനകീകരിച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡർഡൈസ് ചെയ്തത് കൊണ്ടാണ് 16-ാം നൂറ്റാണ്ടിലുള്ള എഴുത്തച്ഛനെ നമ്മൾ പിതാവായിട്ട് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ട് പറയുന്നു? അതിന് തക്ക രീതിയിൽ എന്ത് ഭാഷാ സവിശേഷതയാണ് എഴുത്തച്ഛൻ ഉണ്ടായിരുന്നത്? അതാണ് നമ്മളിവിടെ പഠിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് 18-ാം നൂറ്റാണ്ടിലാണ് തുള്ളൽ വരുന്നത്. തുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ അല്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ വരുന്നത്. അപ്പൊ തുള്ളലിലൂടെ കുറേയും കൂടെ ജനങ്ങൾക്കിടയിലേക്ക് ജനകീയമാവാണ് ഭാഷ ചെയ്തത്. എന്ത്? പോപ്പുലർ ആവുക ചെയ്തത്. സ്റ്റാൻഡർഡൈസ് ചെയ്ത ഭാഷേനെ കൂടുതൽ ജനങ്ങളിലേക്ക് പോപ്പുലർ ആക്കിയത് ആരാണ്? തുള്ളലിലൂടെ കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ ആ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത ഭാഷ എങ്ങനെ പോപ്പുലറൈസ് ചെയ്തു? അതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ പാന കിളിപ്പാട്ട് തുള്ളലിലൂടെ നമ്മളെ അവരുടെ ഭാഷയുടെ സ്വഭാവം പഠിക്കും. ഭാഷ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ആയി, ആ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഭാഷയുടെ സ്വഭാവം എന്തായിരുന്നു, എങ്ങനെ പോപ്പുലറൈസ് ആയി, പോപ്പുലറൈസ് ആയിട്ടുള്ള ഭാഷയുടെ സ്വഭാവം എന്തായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 19-ാം നൂറ്റാണ്ടൊക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്കിവിടെ ആര് വന്നു? 19-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ മുമ്പ് തന്നെ നമുക്കിവിടെ വൈദേശിക മിഷണറിമാർ വന്നു അല്ലെ? അതായത് 1600 മുതൽ ഇവിടെ ആര് വന്നിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസും എല്ലാവരും വന്നു അല്ലേ? അപ്പൊ അത് വന്നതിന് ശേഷം അവര് നമ്മുടെ മലയാള ഭാഷയിൽ കുറച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ടാവും. അതായത് അച്ചടി മുതൽ പത്രമാധ്യമങ്ങൾ മുതൽ അതൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്? വൈദേശിക മിഷണറിമാരാണ്. അപ്പോ അച്ചടി തുടങ്ങിയത്, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ പാഠപുസ്തകങ്ങൾ വന്നത്, സിലബസ് അനുസരിച്ചുള്ള പുസ്തക സമ്പ്രദായം വന്നത്, ഇതൊക്കെ വൈദേശിക മിഷണറിമാരാണ് നൽകിയത്. വൈദേശിക മിഷണറിമാർ എന്ന് പറയുമ്പോൾ എന്താണ്? വിദേശികൾ. അപ്പോ ആ വൈദേശിക മിഷണറിമാര് മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണ്? അതാണ് നമുക്ക് അടുത്ത യൂണിറ്റിൽ തന്നെ 3.2 എന്ന് പറയുന്നത്. ദെൻ 3.2 അത് പറയും നമ്മൾ. ദെൻ 3.3 എന്ന് പറഞ്ഞാൽ എന്താണ്? സമകാലീന മലയാളത്തിന്റെ സ്വഭാവ സവിശേഷത. സമകാലീന മലയാളം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ മലയാളം. അപ്പൊ ഇന്നത്തെ മലയാളം എന്ന് പറയുമ്പോൾ മലയാളം ഒരു ഔദ്യോഗിക ഭാഷ, ഭരണ ഭാഷയായി അല്ലേ? നമ്മളിപ്പോ വില്ലേജിലൊക്കെ ചെല്ലുമ്പോൾ മലയാളം ഭാഷയിലല്ലേ നമ്മള് ഈ നിവേദനമൊക്കെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓഫീസ് ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കേണ്ടത് മലയാളത്തിലാണ്. അപ്പൊ മലയാളം ഭരണഭാഷ എന്ന നിലയിലാവുമ്പോ എന്താണ്? ശാസ്ത്ര ഭാഷയാവുമ്പോഴുള്ള സ്വഭാവം എന്താണ്? ശാസ്ത്ര സാങ്കേതിക ഭാഷ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നവമാധ്യമങ്ങളിലെ ഭാഷ അല്ലെ? അപ്പൊ മാധ്യമ ഭാഷ എന്ന് പറയുമ്പോൾ പത്രഭാഷയാവുമ്പോ എങ്ങനെയാണ്? മൊബൈൽ ഭാഷയാവുമ്പോ എങ്ങനെയാണ്? അതുപോലെ തന്നെ നവമാധ്യമം സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് എങ്ങനെയാണ്? അപ്പൊ ഇവിടെയൊക്കെ മലയാള ഭാഷയുടെ മാറ്റം എന്താണ്? ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ 3 യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? മലയാള ഭാഷ ഉണ്ടായ തിയറി, സിദ്ധാന്തങ്ങൾ മുതൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഭാഷ വരെയുള്ള മലയാള ഭാഷയുടെ വളർച്ചയാണ് നമുക്ക് പേപ്പർ 1-ലെ സെക്ഷൻ എ എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ പോയിന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും, ആ പഠിച്ച പോയിന്റിനെ നല്ല രീതിയിൽ എക്സാം പേപ്പറിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ നമുക്ക് പഠിച്ച മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് മാത്രമല്ല എല്ലാ വർഷവും ചോദിക്കുന്നത് സെയിം ചോദ്യങ്ങളാണ്. ഇപ്പൊ എഴുത്തച്ഛനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മലയാള ഭാഷയുടെ പിതാവായി എഴുത്തച്ഛനെ പറയുന്നു? മലയാള ഭാഷയുടെ പിതാവായി പറയത്തക്ക വണ്ണം മലയാള ഭാഷയിലേക്ക് എന്ത് സംഭാവനയാണ് എഴുത്തച്ഛൻ നൽകിയത്? എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ എന്തൊക്കെ? ഇതൊക്കെയാണ് സെയിം ക്വസ്റ്റ്യൻസ്. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെയാ. അപ്പൊ എഴുത്തച്ഛന്റെ ഭാഷയുടെ സ്വഭാവങ്ങൾ പറയുക. ഇനിയിപ്പോ ജ്ഞാനപ്പാന പറയുന്ന സമയത്താണ് പാനയുടെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ പാനയുടെ ഭാഷ സ്വഭാവം എന്ത്? ലളിതമായ ഭാഷയായിരുന്നോ പാന? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. മാധ്യമ ഭാഷ പറയുന്ന സമയത്ത് മാധ്യമ ഭാഷ, ഇന്നത്തെ മാധ്യമ ഭാഷ എങ്ങനെയുള്ളതാണ്? നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ഭാഷ മലയാള ഭാഷയെ സ്ട്രെങ്തൻ ചെയ്യാനോ വീക്ക് ആക്കുകയാണോ ചെയ്യുന്നത്? അതായത് വികലമാക്കുന്നുണ്ടോ? ഭരണഭാഷ എന്ന നിലയിൽ മലയാളം എങ്ങനെയാണ്? ഭരണഭാഷയാക്കാൻ മലയാളം കുറെ കൂടെ മെച്ചപ്പെടേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കാം. മുൻ വർഷങ്ങളിൽ പറഞ്ഞ ചോദ്യങ്ങളാണ്, വന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങള്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പുതിയ സാധനവും വരാനില്ല. എല്ലാം ഈ പഠിച്ച സാധനങ്ങളാണ് വരാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് പഠിക്കുന്നത് എന്താണോ അത് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ സെക്ഷൻ എ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്ഷൻ ബി എടുക്കാനുണ്ട്. ദെൻ പേപ്പർ 2 പറയാനുണ്ട്. ഓക്കെ ആണോ? സെക്ഷൻ എ ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടൂ. ടൈം നമുക്ക് വളരെ കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സെക്ഷൻ എ ക്ലിയർ ആണോ? പേപ്പർ 1-ലെ സെക്ഷൻ എ ആണ് നമ്മൾ എടുത്തത്. ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇടൂ.
ഒരു ഓക്കെ എങ്കിലും ഇടൂ, ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയൂ. ഓക്കെ, അബു പറഞ്ഞു ഓക്കെ ആണെന്ന്. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? നിങ്ങൾ ഇതിൽ കുറേ വാക്കുകൾ കേട്ടിട്ടുണ്ടാവില്ല. അതെനിക്ക് അണ്ടർസ്റ്റാൻഡ് ആണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ടാവില്ല, ഇതൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്നതായിരിക്കും. അതൊന്നും പ്രശ്നമല്ല കേട്ടോ, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഒരുപാട് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പോവാം. നമ്മൾ പറഞ്ഞു യൂണിറ്റ് പിന്നെ പേപ്പർ 1 സെക്ഷൻ എയിലുള്ള പല കാര്യങ്ങളും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ യൂണിറ്റ് 4 നമ്മൾ ആദ്യം നോക്കുന്നത്. യൂണിറ്റ് 4 പേപ്പർ 1 സെക്ഷൻ ബി, രണ്ടാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ യൂണിറ്റ് 4, അതായത് നമ്മൾ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 പറഞ്ഞു അല്ലേ. യൂണിറ്റ് 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, ഇനി യൂണിറ്റ് 4 ആണ് പറയുന്നത്. യൂണിറ്റ് 4 നോക്കൂ, പ്രാചീന മധ്യകാല സാഹിത്യം, അതായത് 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിട്ടുള്ള കവിതകൾ, കാവ്യങ്ങൾ ഉണ്ടല്ലോ, കവിതകൾ, പോയംസ്, അതിന്റെ സാഹിത്യം, അതായത് അതിൽ എന്താണ് എഴുതിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്, അതിന്റെ കഥ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ, സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന്റെ കഥേനെയാണ് നമ്മൾ ഇതിവൃത്തം എന്ന് പറയുക, അതായത് പ്ലോട്ട് എന്ന് പറയില്ലേ. നമ്മളിപ്പോ പറയല്ലോ സിനിമയുടെ പ്ലോട്ട് ഭയങ്കര നല്ലതായിരുന്നു എന്ന് പറയല്ലോ, നമ്മൾ പ്ലോട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളത് എടുത്തു വെച്ചിട്ട് നമ്മൾ പറയല്ലോ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്ന് പറയാം. നമ്മൾ പറയില്ല അത് ക്യാരക്ടേഴ്സ് ഭയങ്കര സൂപ്പർ ആയിരുന്നു, ഒരു ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നമ്മൾ പറയില്ല ക്യാരക്ടേഴ്സിന്റെ വികാസം അല്ലെങ്കിൽ ക്യാരക്ടർ എഴുതിയത് ഭയങ്കര മോശമായി പോയി അതുകൊണ്ട് ആ സിനിമ പൊളിഞ്ഞു എന്ന് പറയില്ലേ. അപ്പൊ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കഥാപാത്രങ്ങൾ എന്ന് പറയാം. അപ്പൊ ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അതിന്റെ കഥ, പ്ലോട്ട് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു, ഇതൊക്കെ പറയുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച കവിതാ പ്രസ്ഥാനം എന്താണ്? പാട്ട് പ്രസ്ഥാനം അല്ലേ. അപ്പൊ പാട്ട് പ്രസ്ഥാനത്തിലെ രാമചരിതം, നിരണം കൃതികൾ, കൃഷ്ണഗാഥ, ഇതൊക്കെ നമ്മൾ പേപ്പർ വണ്ണില് സെക്ഷൻ എയിൽ യൂണിറ്റ് പഠിച്ചു അല്ലെ. യൂണിറ്റ് 1 നമ്മൾ പഠിച്ചു. ആ യൂണിറ്റ് 1 കാര്യങ്ങളെ തന്നെ ഇപ്പൊ കൃഷ്ണഗാഥയുടെ പ്ലോട്ട് എന്താണ്? കൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് കൃഷ്ണഗാഥയുടെ പ്ലോട്ട്. അതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കൃഷ്ണൻ വരുന്നുണ്ട്, കൃഷ്ണന്റെ അമ്മ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരു കൃഷ്ണന്റെ പിന്നെ ബാല്യകാലത്തിൽ ഒരുപാട് കുസൃതികൾ വരുന്നുണ്ട്, കൃഷ്ണന്റെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അതാണ് അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ജനിച്ചു വളർന്ന സ്ഥലങ്ങളാണ്, വൃന്ദാവനമാണ്, അതുപോലെ തന്നെ അമ്പാടിയാണ്, അങ്ങനെ കുറെ സ്ഥലങ്ങളാണ്, അതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇതിനെയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത്? ഇതാണ് നമുക്ക് ഇവിടെ പേപ്പർ 1 യൂണിറ്റ് 4 എന്ന് പറയുന്നത്. അപ്പൊ രാമചരിതം എന്ന് പറഞ്ഞാൽ എന്താ? രാമന്റെ ചരിതം, രാമന്റെ കഥയാണ്. നിരണം കൃതികൾ, അതിലും എന്താണ് വരുന്നത്? രാമായണം തന്നെയാണ് വരുന്നത്. അപ്പൊ രാമചരിതം, നിരണം കൃതികൾ, കൃഷ്ണഗാഥ, ഇതിന്റെയൊക്കെ ഈ സാഹിത്യം എങ്ങനെയായിരുന്നു, അതായത് ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു, ഇതിന്റെ പ്ലോട്ട് എങ്ങനെയായിരുന്നു, കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു, അതില് പിന്നെ നമ്മള് വാത്മീകി എഴുതിയ പോലെ തന്നെയാണോ എഴുതിയിട്ടുള്ളത്, എന്തെങ്കിലും മാറ്റം വരുത്തി എഴുതിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയാ, നമ്മള് പേപ്പർ 1 യൂണിറ്റ് 4 നമ്മൾ സാഹിത്യം പറയാം. അപ്പൊ പാട്ട് പ്രസ്ഥാനത്തിലെ സാഹിത്യം പറയും. രണ്ടാമത് നമ്മൾ പഠിച്ച പ്രസ്ഥാനം എന്തായിരുന്നു? മണിപ്രവാള പ്രസ്ഥാനമായിരുന്നു. അപ്പൊ മണിപ്രവാള പ്രസ്ഥാനത്തിന്റെ സാഹിത്യവും ഇതുപോലെ പറയും. പ്രാചീന മണിപ്രവാളവും മധ്യകാല മണിപ്രവാളവും തമ്മിൽ സാഹിത്യപരമായ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രാചീന മണിപ്രവാളത്തിൽ ആദ്യകാലത്ത് കുറെ സ്ത്രീകളെ വർണ്ണിച്ചാണ് എഴുതിയിരുന്നത്. പിന്നീട് എന്താണ്, അത് കുറേം കൂടെ പുരാണങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഈ രീതിയിലുള്ള എന്ത് മാറ്റമാണ് അവിടെ ഉള്ളത്? അതാണ് നമ്മൾ സാഹിത്യപരമായിട്ട് അവിടെ പഠിക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മള് തെക്കൻ പാട്ട്, വടക്കൻ പാട്ട്, മാപ്പിളപ്പാട്ട് പഠിച്ചു അല്ലേ. അതിൽ തെക്കൻ പാട്ടിലും വടക്കൻ പാട്ടിലും എന്താണ് സാഹിത്യം? തെക്കൻ പാട്ടിലെ പാട്ടില് എങ്ങനെയാണ് അന്നത്തെ സാമൂഹിക രീതി പറയുന്നത്, അന്നത്തെ കാർഷിക രീതികളെ കുറിച്ച് പറയുന്നുണ്ടോ, അന്നത്തെ സമൂഹത്തിലെ കല്യാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നാടോടി സാഹിത്യം എന്നുള്ളത് പഠിക്കാം. അപ്പൊ വടക്കൻ പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഉണ്ണിയാർച്ചയൊക്കെ അന്നത്തെ കാലത്ത് കളരിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ഉണ്ണിയാർച്ചയൊക്കെ അങ്ങനെ ആയുധ കലകളിൽ വരെ ഇതാണ് തന്നെ അന്നത്തെ സ്ത്രീകളുടെ ഒരു രീതിയാണ് അത് പറയുന്നത്. അപ്പൊ സ്ത്രീകളുടെ പിന്നെ പഠനം, സ്ത്രീകളുടെ വിവാഹം, സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം, സമൂഹത്തിൽ മറ്റു മനുഷ്യർക്കുണ്ടായിരുന്ന സ്ഥാനം, ജാതി വ്യവസ്ഥകൾ അന്ന് ഉണ്ടായിരുന്നോ, അതുപോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന മതം എങ്ങനെയായിരുന്നു, മന്ത്രവാദ രീതികൾ ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സമൂഹം, സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ നാടോടി സാഹിത്യം എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അന്നത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത്. അടുത്തത് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട്, തുള്ളല്, മഹാകാവ്യം. അപ്പൊ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിലെ സാഹിത്യം എന്താണ്? അതായത് എഴുത്തച്ഛൻ 2 എഴുത്തച്ഛൻ 2 കിളിപ്പാട്ടാണ് ഉള്ളത്.
പ്രധാനമായിട്ട്. അതായത് അധ്യാത്മരാമായണം, അതുപോലെ തന്നെ മഹാഭാരതം, കിളിപ്പാട്ട്. അപ്പൊ രാമായണത്തിന്റെ കഥ എന്താണ്, മഹാഭാരതത്തിന്റെ കഥ എന്താണ്, ഇത് രണ്ടുമാണ് കിളിപ്പാട്ടിന്റെ സാഹിത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഴുത്തച്ഛൻ അതിൽ ഇപ്പൊ മഹാഭാരതമൊക്കെ എഴുതുമ്പോൾ യുദ്ധമൊക്കെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെയൊക്കെ പറയും. ഈ തുള്ളൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ മെയിനായിട്ട് എന്തിനാ ഉപയോഗിച്ചത്, അന്നത്തെ കാലത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെ പരിഹാസപൂർവ്വം പറയാണ് തുള്ളലിലൂടെ ചെയ്തത്. അപ്പൊ അന്നത്തെ സൊസൈറ്റിനെ എങ്ങനെയാണ് തുള്ളലിലൂടെ ചിത്രീകരിക്കുന്നത്, ഇതാണ് നമ്മൾ തുള്ളലിലെ സാഹിത്യം എന്ന് പറയുന്നത്. അതിന് പുറമെ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള ഒരേ ഒരു കാര്യം മഹാകാവ്യമാണ്. അപ്പൊ മഹാകാവ്യം എന്നുള്ള ടോപ്പിക് നമുക്ക് ഇതിൽ എക്സ്ട്രാ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മഹാകാവ്യം പഠിക്കുമ്പോൾ എന്താണ് മഹാകാവ്യം, എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് മഹാകാവ്യം എഴുതുക, നമ്മൾ പിന്നെ മഹാകാവ്യങ്ങളിൽ ഇതിൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷവും ഇല്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഉള്ള വർഷങ്ങളിൽ മാത്രമാണ് മഹാകാവ്യം ചോദിക്കുക. ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉമാകേരളം എന്നുള്ളൊരു മഹാകാവ്യത്തിന്റെ പ്രത്യേകതയാണ് ചോദിക്കുക, ഉള്ളൂരിന്റെ. അപ്പൊ അത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇത് മാത്രമാണ് മഹാകാവ്യത്തിൽ നിന്നുള്ളത്. എന്താണ് മഹാകാവ്യം, എങ്ങനെയൊക്കെയാണ് മഹാകാവ്യങ്ങൾ എഴുതുക, മലയാളത്തിലെ ഒരു പ്രധാന മഹാകാവ്യമായിട്ടുള്ള ഉമാകേരളത്തിന്റെ പ്രത്യേകത എന്താണ്, ഇത്ര മാത്രമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ യൂണിറ്റ് 4 എന്ന് പറഞ്ഞത് കംപ്ലീറ്റ്ലി എന്താണ്, മഹാകാവ്യം ഒഴികെ ബാക്കി കംപ്ലീറ്റ്ലി നമ്മൾ യൂണിറ്റ് 1-ലും 2-ലും 3-ലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 4-ലുള്ളത്. അങ്ങനെ വരുമ്പോൾ യൂണിറ്റ് 1-ഉം 2-ഉം 3-യും അതിൽ ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് യൂണിറ്റ് 4 ഭയങ്കര ഈസി ആയിരിക്കും, പിന്നെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് സിലബസിൽ ഈ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ പിന്നീട് വരുന്നത് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ ആധുനിക കവിതാ സാഹിത്യം. ആധുനിക കവിതാ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തേക്കുള്ളത്. ഇവിടെ നമ്മൾ കുറെ ആൾക്കാരെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള വെൺമണി കവികൾ, ഇവരെ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അവരത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എവിടെയും പഠിക്കുന്ന ആളുകളല്ല, ജസ്റ്റ് ഒന്ന് പറയുന്ന ആളുകൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, ആധുനിക കവിതാ സാഹിത്യത്തിൽ വെൺമണി കവികൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ അധികം ഒന്നും അറിഞ്ഞിട്ടുള്ള ആളുകളല്ല. ഇപ്പോ ഈ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇവര് കംപ്ലീറ്റ്ലി പച്ച മലയാളത്തില് എല്ലാം മലയാള ഭാഷ മാത്രം ഉപയോഗിച്ച് സംസ്കൃതത്തിന്റെ വാക്കുകളൊന്നും ഇല്ലാണ്ട് മലയാള ഭാഷയിൽ മാത്രം കവിതകൾ എഴുതുക എന്നുള്ള ഒരു ഷാഠ്യത്തോടു കൂടി കവിതകൾ എഴുതിയവരാണ് വെൺമണി കവികൾ. അപ്പൊ വെൺമണി കവികളുടെ സ്വഭാവങ്ങൾ എന്താണ്, അതാണ് നമ്മൾ പഠിക്കുക. അവർ എത്രത്തോളം മലയാള ഭാഷയിൽ മാത്രമാണ് എഴുതിയത്, ചുറ്റും കാണുന്ന എന്ത് കാര്യങ്ങളെ കുറിച്ചും എഴുതുമായിരുന്നു. അതായത് ഒരു വേലിയിൽ കിടക്കുന്ന ഒരു വള്ളി ഉണ്ടെങ്കിൽ ആ വള്ളീനെ കുറിച്ച് പോലും അവർ കവിത എഴുതുമായിരുന്നു. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പഠിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് കാൽപ്പനികത. കാൽപ്പനികത എന്ന് പറഞ്ഞാൽ എന്താണ്, റൊമാൻറ്റിസിസം അല്ലെ, റൊമാൻറ്റിസിസം. ഇവിടെയുള്ള ആളുകൾ നമ്മൾ ആധുനിക കവിത്രയം പഠിക്കാം. ആധുനിക കവിത്രയം അറിയാം, അറിയില്ലേനും കുഴപ്പമില്ല കേട്ടോ, എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പൊ കുമാരനാശാന്റെ കവിതകളുടെ പ്രത്യേകതകൾ പഠിക്കും, ഉള്ളൂരിന്റെ കവിതകളുടെ പ്രത്യേകതകൾ പഠിക്കും, അതുപോലെ തന്നെ വള്ളത്തോളിന്റെ കവിതകളുടെ പ്രത്യേകതകളും പഠിക്കും. അപ്പൊ ഈ 3 വ്യക്തികളെ കുറിച്ചാണ് നമുക്ക് യൂണിറ്റ് 5-ല് 5.2-ല് പഠിക്കാനുള്ളത്. ദെൻ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ കഴിഞ്ഞാൽ അവർക്ക് ശേഷം വന്നിട്ടുള്ള കുറെ കവികളുണ്ട്. ആ കവികളെ കുറിച്ചാണ് നമ്മൾ 5.3-ല് പഠിക്കുക. ദാറ്റ് മീൻസ് കവിത്രയത്തിന് ശേഷം. അതിൽ നമുക്ക് പ്രധാനമായിട്ടും അറിയുന്ന ഒരാളാണ് ആര്, ചങ്ങമ്പുഴ അല്ലെ. അപ്പൊ ചങ്ങമ്പുഴ അടക്കമുള്ള കവികളിലെ കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിസിസം, അതായത് പ്രണയത്തിനെ കുറിച്ചും മരണത്തിനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് കവികൾ. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുക ചങ്ങമ്പുഴയാണ്. വേറെ ആരെയും അധികം പഠിക്കാനില്ല. ജസ്റ്റ് നമ്മൾ അതിന്റെ സ്വഭാവ സവിശേഷതകൾ എഴുതും. എന്താ സ്വഭാവ സവിശേഷതകൾ, ഇത്രയേ ഉള്ളൂ. പ്രകൃതിനെ കുറിച്ച് അവർ കുറവ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഈ കാനനച്ചോലയിൽ അടുമയ്ക്കാൻ നീയും ഞാനും വരട്ടെ നിന്റെ കൂടെ, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള വരികളാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ വരികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതുക. അപ്പോൾ അങ്ങനെയുള്ള വരികളൊക്കെ എഴുതിയിട്ടുള്ള ചങ്ങമ്പുഴ അടക്കമുള്ള കവികൾ. അപ്പൊ ഒരുപാട് പ്രകൃതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ പ്രണയത്തിനെ കുറിച്ച് അത്രയും ഭംഗിയായിട്ട് എഴുതിയവരാണ്. വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയവരാണ്. ചുറ്റും കാണുന്ന എന്തിനേയും വളരെ ഭംഗിയായി വർണ്ണിക്കാൻ കഴിവുള്ളവരായിരുന്നു അവര്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ പഠിക്കുക. അതായത് ചങ്ങമ്പുഴ അടക്കമുള്ള കാൽപ്പനിക കവികൾ, ആശാന് ശേഷം വന്നിട്ടുള്ള കാൽപ്പനിക കവികളെ കുറിച്ച് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ 5.4-ല് നമ്മൾ കവിതനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ കാലത്ത്, അതായത് ആധുനികതയും ഉത്തരാധുനിക മോഡേൺ കവിതകളും പോസ്റ്റ് മോഡേൺ കവിതകളും എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതായത് പ്രണയത്തിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ മാറിയിട്ട് മനുഷ്യന്റെ ഉള്ളിലെ വിഷമം, അതായത് മനുഷ്യന്റെ എന്താ പറയാ ഇന്നർ പീസ്, ഇന്നർ കോൺഫ്ലിക്റ്റ് ഇല്ലേ, നമ്മുടെ ഓരോ മനുഷ്യന്റെയും
ഉള്ളിലുള്ള സംഘർഷാവസ്ഥയെയും ദുഃഖത്തിനെയും കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കവിതകളാണ് മോഡേൺ പോയംസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ മോഡേൺ കവിതകളും ഉത്തരാധുനികത, അതായത് പോസ്റ്റ് മോഡേൺ കവിതകളും എങ്ങനെയായിരുന്നു? ഇപ്പൊ റഫീഖ് അഹമ്മദ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, സ്പിരിറ്റിലേക്ക് വരികളില്ലേ? അപ്പൊ സ്പിരിറ്റ് എന്നുള്ള സിനിമയിലെ, അപ്പൊ അവരെയൊക്കെയാണ് നമ്മൾ പോസ്റ്റ് മോഡേൺ കവികൾ എന്ന് പറയാം. അതായത് എന്തിനെ കുറിച്ചും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മലയാള ഭാഷ വളർന്നു, കവിത വളർന്നു എന്നുള്ളത്. അതായത് സ്ത്രീകളെ കുറിച്ച് എഴുതുന്നു, ദളിത് ജീവിതത്തിനെ കുറിച്ച് എഴുതുന്നു, അതുപോലെ തന്നെ നമ്മൾ ചുറ്റും കാണുന്ന പിന്നെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് എഴുതുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എഴുതുന്നതാണ് പോസ്റ്റ് മോഡേൺ കവിതകൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഇന്നത്തെ കവിതകൾ എങ്ങനെയാണ്, അതിന്റെ സ്വഭാവം നമ്മൾ എല്ലാവരെ കുറിച്ചും പഠിക്കുകയല്ല ചെയ്യേണ്ടത്, അതിന്റെ സ്വഭാവം എങ്ങനെയാണ്, അതിന് തൊട്ട് മുമ്പുള്ള കവിതയുടെ സ്വഭാവം എങ്ങനെയാണ്, അതാണ് നമ്മൾ പഠിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഒരുപാട് കവികളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരുമോ എന്നുള്ളത്. നിങ്ങൾ ഒരുപാട് കവികളെ കുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പകരം ആ കാലഘട്ടത്തിലെ കവിതയുടെ സ്വഭാവം എന്തായിരുന്നു, എന്ത് കോമൺ ടൈപ്പാണ് അവർ എഴുതിയിട്ടുള്ളത്, എന്ത് ലാംഗ്വേജിലാണ് അവർ എഴുതിയിട്ടുള്ളത്, ഇത്ര കാര്യങ്ങളാണ് പഠിക്കേണ്ടതുള്ളത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ എഴുത്തുകാരെ പേര് പറയും. ഇപ്പൊ ചങ്ങമ്പുഴ അല്ലെങ്കിൽ ആശാൻ, അങ്ങനെ ഒന്നോ രണ്ടോ എഴുത്തുകാർ, നമ്മൾ കേട്ടിട്ടുള്ള വരികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എഴുതി വെക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ യൂണിറ്റ് 5 എന്ന് പറഞ്ഞാൽ അതാണ്. ദെൻ പേപ്പർ 1 യൂണിറ്റ് 6 ലാസ്റ്റ് യൂണിറ്റ് ആണ് നമ്മുടേത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ നാടകം എങ്ങനെ, ഡ്രാമ അല്ലെ, നാടകത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഇന്ന് നാടകങ്ങൾ ഉണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുക. നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നോവലിന്റെ തുടക്കകാല നോവലുകൾ എങ്ങനെയായിരുന്നു, നോവലിന്റെ വളർച്ച എങ്ങനെയായിരുന്നു, ഇന്ന് നോവൽ നിലനിൽക്കുന്നുണ്ടോ, നോവൽ ഇന്നും എഴുതുന്നുണ്ടോ? ഇപ്പൊ കെ ആർ മീര അടക്കം ഒരുപാട് പേര് നോവൽ എഴുതുന്നുണ്ടല്ലേ, അപ്പൊ ഇന്നും നോവലുകൾ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോവലിൽ പഠിക്കാം. ചെറുകഥയും ഇതുപോലെ തന്നെ, ആദ്യകാല ചെറുകഥകൾ എങ്ങനെയായിരുന്നു, പിന്നീട് ചെറുകഥകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, പിന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്തെ ചെറുകഥയിൽ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ ജീവചരിത്രം, അതായത് ബയോഗ്രഫി എങ്ങനെയൊക്കെയായിരുന്നു. സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാവലോഗുകൾ അല്ലെ, അപ്പൊ യാത്ര കുറിപ്പുകളൊക്കെ. അപ്പൊ എസ് കെ പൊറ്റക്കാടിനെ പോലെയൊക്കെ സഞ്ചാര സാഹിത്യങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറയും. സഞ്ചാര സാഹിത്യം എന്താണ് അത് പഠിക്കും. ഉപന്യാസം എന്ന് പറഞ്ഞാൽ എന്താ, എസ്സേ. ഇതൊന്നും അധികം ചോദ്യം ചോദിക്കാറില്ല കേട്ടോ, ഉപന്യാസം ഒന്നും ചോദിച്ചിട്ടില്ല. ഈ 10-20 വർഷത്തിനിടയ്ക്ക് ആകെ ഒരു ക്വസ്റ്റിനോ മറ്റോ ഉപന്യാസം വന്നിട്ടുള്ളൂ. അപ്പൊ എസ്സേ എന്താണെന്നുള്ളത്, നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിറ്റിസിസം അല്ലെ. നിരൂപണങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്, അതായത് ഓരോ പഠനങ്ങളാണല്ലോ നിരൂപണങ്ങൾ, അത് ആരൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അപ്പൊ ഇത്രയാണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്, ആധുനിക ഗദ്യ സാഹിത്യം എന്നാണ്. ഗദ്യ സാഹിത്യം എന്ന് പറഞ്ഞാൽ പ്രോസ് അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് പദ്യ സാഹിത്യം അല്ലേ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഗദ്യ സാഹിത്യം എന്ന് പറയുമ്പോൾ അതില് നാടകം വരുന്നുണ്ട്, നോവൽ വരുന്നുണ്ട്, ചെറുകഥ വരുന്നുണ്ട്, ജീവചരിത്രം വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇതിൽ പറയുന്ന സ്വഭാവ സവിശേഷതകളെ ചേർത്തിട്ട് അതിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ബുക്കായിരിക്കും നമുക്ക് പേപ്പർ 2 അപ്പൊ അത് വെച്ച് പഠിക്കാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇവിടെ നമ്മൾ സ്വഭാവങ്ങൾ പഠിക്കും, ആ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സ്വഭാവങ്ങൾ പഠിക്കും. അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പേപ്പർ 2 എഴുതുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് പേപ്പർ 1 കംപ്ലീറ്റ് സിലബസ് തീർന്നു. അപ്പൊ പേപ്പർ 1 സിലബസ് എന്ന് പറയുന്നത് കുറേ കൂടെ തിയററ്റിക്കൽ ആണ്. മലയാള ഭാഷയുടെ വളർച്ചയുടെ ഘട്ടം മുതൽ, മലയാള ഭാഷയുടെ ഉത്ഭവം മുതൽ മലയാള ഭാഷയുടെ വളർച്ചാ ഘട്ടം വരെയാണ് നമുക്ക്, ഇന്നത്തെ മലയാള ഭാഷയുടെ വളർച്ചാ ഘട്ടം വരെയാണ് നമുക്ക് പേപ്പർ 1 എന്തെങ്കിലും ഡൗട്ട് പേപ്പർ 1 ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ദെൻ പേപ്പർ 2 നമ്മൾ പറയും. ഓക്കെ ആണോ? പേപ്പർ 1 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഈ സിലബസ് എന്താണെങ്കിലും ഷെയർ ചെയ്ത് തരൂ കേട്ടോ. അപ്പൊ പേപ്പർ 1 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. എനി ഡൗട്ട്? ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിൽ ഒരുപാട് വാക്കുകളൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ, അതൊന്നും വറി ആവേണ്ട ആവശ്യമില്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഷാനി ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ 2 കടക്കാം. പേപ്പർ 2 എന്താണെന്നുള്ളത്, പേപ്പർ 2 കടക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. പേപ്പർ 2 നമുക്കൊരു 12 കവിതകൾ പഠിക്കാനുണ്ട്, 3 നോവലുകൾ പഠിക്കാനുണ്ട്, 2 ചെറുകഥകൾ പഠിക്കാനുണ്ട്, ഒരു നാടകം പഠിക്കാനുണ്ട്, ഒരു ജീവചരിത്രം, ഒരു ജീവചരിത്രമുണ്ട്, ഒരു ആത്മകഥയുണ്ട്, ദെൻ ഒരു നിരൂപണമുണ്ട്. ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ സാധനങ്ങളെല്ലാം തന്നെ അവരെ കുറിച്ചൊക്കെ നമ്മൾ പേപ്പർ 1
നമ്മൾ പേപ്പർ 1 പറയുന്ന സമയത്ത് നമ്മൾ ഊന്നൽ നൽകി പഠിക്കുന്ന എഴുത്തുകാരെന്ന് പറയുന്നത് ഈ പേപ്പർ 2 ഇത്ര എഴുത്തുകാർ മാത്രമാണ്. അപ്പൊ ഇത്രയും എഴുത്തുകാരെ കുറിച്ച് നമ്മൾ ഊന്നൽ നൽകി പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ പേപ്പർ 2 നമുക്ക് അവരെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് എക്സാമിന്. അപ്പൊ പേപ്പർ 2 പഠിക്കാനുള്ളത് നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞു പേപ്പർ 1 നമ്മൾ പാഠ്യപ്രസ്ഥാനം പറഞ്ഞു അല്ലെ. പാഠ്യപ്രസ്ഥാനത്തിൽ നമ്മൾ രാമചരിതം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രാമചരിതത്തിലെ ഒരു 10-12 പാട്ട്, 10-12 ഏരിയകൾ വരുന്ന ഒരു കുറച്ച് വരികളാണ് നമുക്ക് രാമചരിതം എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് 1 പഠിക്കാനുള്ള 1.1 ആണ് രാമചരിതം. ഈ പടലം 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ യൂണിറ്റ് മാത്രമേ അതിലുള്ളൂ. പടലം 1 പറഞ്ഞാൽ പടലം എന്ന് പറഞ്ഞാൽ അധ്യായം. ഇപ്പൊ രാമചരിതത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ വരികളാണ് നമുക്ക് പേപ്പർ 2 പഠിക്കാനുള്ള ഒന്നാമത്തത് കവിത. രണ്ടാമത്തെ കവിത പറഞ്ഞാൽ കണ്ണശ്ശരാമായണം. അതായത് നമ്മൾ രാമചരിതം പറഞ്ഞത് പാഠ്യപ്രസ്ഥാനമല്ല, അതായത് മലയാളത്തിലെ ആദ്യത്തെ കവിതാ പ്രസ്ഥാനമാണ് പാഠ്യപ്രസ്ഥാനം. അതിലുള്ള 2 കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് രാമചരിതം, 2 കണ്ണശ്ശരാമായണം. കണ്ണശ്ശരാമായണം എന്ന് പറയുന്നത് രാമായണമാണ്. അതിലെ ബാലകാന്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ അധ്യായം. അപ്പൊ ഈ കാണ്ഡം എന്ന് പറയുന്നതും പടലം എന്ന് പറയുന്നതും ഒക്കെ അധ്യായം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ രാമചരിതത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് ഒന്നാമത്തെ കവിത. രണ്ടാമത്തെ കവിത കണ്ണശ്ശരാമായണം എന്ന് പറഞ്ഞ രാമായണത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ. അത്രേ ഉള്ളൂ. അപ്പൊ 25 പദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാണ്, ചെറുതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ ഓരോ ലൈൻസ് നമ്മൾ പഠിക്കും, അതിന്റെ അർത്ഥങ്ങൾ പഠിക്കും, അതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് പഠിക്കും. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് 2-3 വരികൾ തരും. വരികൾ തന്നിട്ട് സന്ദർഭം, ആശയം, സാരസ്യം എഴുതുക എന്നാ പറയാം. അപ്പൊ സന്ദർഭം എന്ന് പറഞ്ഞാൽ ആ വരികളുടെ സന്ദർഭം, ആശയം എന്ന് പറഞ്ഞാൽ വരികളുടെ അർത്ഥം, സാരസ്യം എന്ന വരികളെ സുന്ദരമാക്കുന്നത് എന്ത്, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എല്ലാ വരികളും ഞാൻ നിങ്ങൾക്ക് എല്ലാ വരികളും ചൊല്ലിത്തരും, നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലും. അതിനുശേഷം നമ്മൾ ആ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞു പഠിക്കും. അതിനുശേഷം നമ്മൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു പഠിക്കും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ തരും. നിങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ട് ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരും, എങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അപ്പൊ ആദ്യത്തെ 2 കവിതകൾ പാഠ്യപ്രസ്ഥാനത്തിലെയാണ്. പിന്നെ നമ്മൾ പഠിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു മണിപ്രവാളം. പേപ്പർ 1 പഠിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു മണിപ്രവാളം. അതിൽ നിന്നുള്ളൊരു കവിതയാണ് ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത്. അതിന്റെ പൂർവ്വഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കുറച്ച് ഭാഗം. പൂർവ്വഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം. അപ്പൊ ഉണ്ണുനീലി സന്ദേശത്തിലെ ആദ്യത്തെ കുറച്ച് 25 ശ്ലോകങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതാണ് ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത്. മണിപ്രവാളത്തിലെ ഒരു കവിത. അടുത്തത് മഹാഭാരതം കിളിപ്പാട്ട്. അതായത് നമ്മൾ അവിടെ എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കിളിപ്പാട്ടിന്റെ സവിശേഷതകൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ സവിശേഷതകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് വരികളാണ്. അത് മഹാഭാരതം കിളിപ്പാട്ടിലെ ഭീഷ്മപർവം എന്ന് പറഞ്ഞാൽ ഭീഷ്മര് വരുന്ന ഒരു അധ്യായമാണ് ഭീഷ്മപർവം. ആ അധ്യായം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് മഹാഭാരതം കിളിപ്പാട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യകാലത്തെ 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള എഴുത്തുകാരില് വരുന്ന 4 കവിതകൾ മാത്രമാണ് നമുക്ക് യൂണിറ്റ് 1 അപ്പൊ യൂണിറ്റ് 1 പറഞ്ഞാൽ 4 കവിതകളാണ്. അതും ആ കവിതകളുടെ മുഴുവൻ ഭാഗവും ഇല്ല, എല്ലാ കവിതകളുടെയും ഓരോരോ യൂണിറ്റുകൾ, അധ്യായങ്ങൾ മാത്രമാണ്, നമുക്ക് ഓരോ ചാപ്റ്റർ മാത്രമാണ് ഉള്ളത്. അത് 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള 4 കവികളുടെ 4 കവിതകൾ. ആ 4 കവിതകളാണ് നമുക്ക് യൂണിറ്റ് 1 ഓക്കെ ആണല്ലോ. ഇനി യൂണിറ്റ് 2 മുതൽ വരുമ്പോൾ 19-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് എഴുത്തുകാരുടെ ഓരോ കവിതകളാണ്. അപ്പൊ അതിൽ നമുക്ക് കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയുണ്ട് പഠിക്കാൻ. നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ. ചിന്താവിഷ്ടയായ സീത നമുക്ക് അതിന്റെ എല്ലാ വരികളും എടുത്ത് അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു തന്നിട്ട് പഠിക്കും. അതിനുശേഷം വൈലോപ്പിള്ളി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരന്റെ കുടിയൊഴിക്കലൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള കവിത കേട്ടോ. വൈലോപ്പിള്ളി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരന്റെ കുടിയൊഴിക്കൽ പഠിക്കും. പിന്നെ 3 ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ഛനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടാണല്ലോ. പെരുന്തച്ഛൻ ഉളി എറിഞ്ഞിട്ട് മകനെ കൊന്നു എന്നൊക്കെയുള്ള കഥകള്. അപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ഛൻ പഠിക്കും. പിന്നെ NV കൃഷ്ണവാര്യരുടെ തീവണ്ടിയിലെ പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കവിത. അപ്പൊ ഇത് 4 കവിതകളാണ്. ഇതെല്ലാം ചെറിയ ചെറിയ കവിതകളാട്ടോ. ഇതിൽ വലുത് ചിന്താവിഷ്ടയായ സീത മാത്രമാണ്, ബാക്കിയെല്ലാം ചെറിയ കവിതകളാണ്. അപ്പൊ യൂണിറ്റ് 2 കവിതകൾ ഇതാണ്. യൂണിറ്റ് 3 വരുമ്പോൾ അവിടെയും കവിതകളാണ്. നമുക്ക് മൊത്തം 12 കവിത പഠിക്കാനുണ്ട് പറഞ്ഞു അല്ലെ. അതിലെ അടുത്ത കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. ഭൂമിക്കൊരു ചരമഗീതം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വരുന്ന കവിതയാണ്. രണ്ടാമത്തത് കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു മോഡേൺ കവിതയാണ്. അപ്പോ ഒരു മോഡേൺ കവിത നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പണ്ടത്തെ മേശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള അക്കിത്തത്തിന്റെ ഒരു കവിത പഠിക്കാനുണ്ട്. മേഘരൂപനൊക്കെ ആകെ 12 വരിയൊക്കെ ഉള്ളൂ. അതായത് അത്ര ചെറിയ കവിതയാ, ഒരു 10-12 വരി മാത്രമുള്ള കവിതയാ. അപ്പൊ മേഘരൂപൻ
അപ്പൊ ഇത്രയും കവിതകളാണ് നമുക്ക് പേപ്പർ 1 പഠിക്കാനുള്ളത്. അപ്പൊ പേപ്പർ 1 നമുക്ക് പേപ്പർ 2 പഠിക്കാനുള്ളത്. അപ്പൊ പേപ്പർ 1 നമ്മൾ ഈ എഴുത്തുകാരെ കുറിച്ചൊക്കെ ഇവർ ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ എഴുത്തുകാർക്ക് കുറച്ച് ഊന്നൽ നൽകിയിട്ട് പഠിക്കും. അത് നമുക്ക് പേപ്പർ 2 ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പേപ്പർ 2 നമുക്ക് ഈ 12 കവിതകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ സെക്ഷൻ എ എന്ന് പറയുന്നത് പേപ്പർ 2 സെക്ഷൻ എ എന്ന് പറയുന്നത് കവിതകൾ മാത്രമാണ്. ഇതിന്റെ എല്ലാ ലൈൻസും നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ലൈൻസും വെച്ച് അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ 20 വർഷങ്ങളിൽ ചോദ്യം വന്നത് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് ആ ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക കേട്ടോ. നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഓരോ ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതിപ്പിക്കും. അതുപോലെ തന്നെ അത് ഉത്തരം എഴുതിയിട്ട് ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞു ഓരോ ചോദ്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിന്റെ വരികൾ ഉൾപ്പെടെ ക്ലാസ് എടുക്കുകയും ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു കവിത ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ക്ലാസ്സുകൾ എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ബി, പേപ്പർ 2 സെക്ഷൻ ബി, അതായത് കവിതകൾ കഴിഞ്ഞു. പിന്നെയുള്ളത് ഗദ്യമാണ്, അതായത് പ്രോസ് ആണ്. പ്രോസിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 നോവലുകളാണ് നമുക്കുള്ളത്. അപ്പൊ നോവലിന്റെ ആദ്യ കാലത്ത് എഴുതിയിട്ടുള്ള ഒരു നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. നോവലിന്റെ ആദ്യ കാലത്തുള്ളതാണ്. അപ്പൊ ആദ്യകാല നോവലുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ പഠിക്കുക. ആദ്യകാല നോവലുകളുടെ പ്രത്യേകതകൾ നമ്മൾ ഇന്ദുലേഖ എന്ന് പറഞ്ഞ നോവലിനെ വെച്ച് പഠിക്കും. അപ്പൊ അന്നത്തെ സമൂഹം എങ്ങനെയായിരുന്നു, ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അതിൽ എന്താണ് കഥ പറയണത്, ഈ ബുക്കുകളൊക്കെ നിങ്ങൾ പതിയെ പതിയെ വാങ്ങിക്കുകയും വേണം. ഏത് ഈ യൂണിറ്റ് 4ഉം 5ഉം 6ലും വരുന്ന സെക്ഷൻ ബിയിൽ വരുന്ന മൊത്തത്തിൽ 9 ബുക്കുകൾ ഉണ്ട്. ഈ 9 ബുക്കുകൾ നിങ്ങൾ പതിയെ പതിയെ വാങ്ങിക്കണം. ആ ബുക്കുകൾ ഇപ്പോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെമ്മീൻ, ഖസാക്കിന്റെ ഇതിഹാസം അതൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമെന്നറിയില്ല. ഇപ്പോ ഇതില് കാണിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണുമെന്നറിയില്ല. അപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം പോലെയൊക്കെ ബുക്കുകൾ നമ്മുടെ കയ്യിലുള്ള ബുക്കുകൾ നിങ്ങൾ പതിയെ പതിയെ ബുക്ക് സ്റ്റോറിനോ എവിടുന്നെങ്കിലും ഒക്കെ ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യുക. കാരണം ആ ബുക്കുകൾ വായിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ, അതായത് ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ ആ നോവലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇപ്പോ വാനപ്രസ്ഥം കഥയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ബുക്കുകളൊക്കെ വാങ്ങിക്കണം. കാരണം അത് ബുക്കുകൾ വായിച്ച് തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. കവിതകളൊക്കെ നിങ്ങൾക്ക് തരും അല്ലാതെ തന്നെ. അപ്പോ യൂണിറ്റ് 4ൽ പറയുന്നത് ഒന്നാമത്തെ നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖ. അപ്പൊ ഇന്ദുലേഖ ആദ്യകാല നോവലാണ്. രണ്ടാമത്തെ നോവൽ എന്ന് പറയുന്നത് പിന്നെ ചെമ്മീനാണ്. ചെമ്മീൻ എന്ന് പറയുന്നത് സിനിമയുണ്ടല്ലോ അല്ലെ. ചെമ്മീൻ എന്ന് പറയുന്നത് ഒരു നവോത്ഥാന കാലത്തുള്ള നോവലാണ്. നവോത്ഥാന കാല നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിനൈസൻസ് പീരീഡ് അല്ലെ, ഒരു സോഷ്യൽ റെവല്യൂഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ആ സമയത്തുള്ള നോവലാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആധുനിക നോവലാണ്, അതായത് മോഡേൺ നോവലാണ്. അപ്പോൾ നോവലിന്റെ തന്നെ 3 കാലഘട്ടങ്ങളിലുള്ള 3 നോവലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ദുലേഖ, ചെമ്മീൻ, ഖസാക്കിന്റെ ഇതിഹാസം. നമ്മൾ ഈ എഴുത്തുകാരെ കുറിച്ച് പഠിക്കും, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പഠിക്കും, അതിലെ ഭാഷ പഠിക്കും, ആ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് എഴുത്തുകാർ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പഠിക്കും, ആ കഥാപാത്രങ്ങൾക്കൊക്കെ എന്ത് സ്വഭാവമാണുള്ളത് പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ നോവലിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. ചോദ്യങ്ങൾ വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ചോദ്യങ്ങൾ നമുക്ക് ചെമ്മീനിന്റെ ഭാഷ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു സഫലീകരിക്കപ്പെടാത്ത ഒരു ദുരന്ത പ്രണയകഥയാണോ ചെമ്മീൻ, ദുരന്ത പ്രണയകഥ മാത്രമാണോ ചെമ്മീൻ, ചെമ്മീനിൽ ചിത്രീകരിച്ചിരിക്കുന്ന സമൂഹം എങ്ങനെയുള്ളതാണ്, പിന്നെ ചെമ്മീനിലെ കറുത്തമ്മ എന്നുള്ള കഥാപാത്രത്തിനെ വേണമെങ്കിൽ ചോദിക്കുക, കറുത്തമ്മയുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ കറുത്തമ്മയുടെ ഒരു ട്രാജഡി ആണോ ചെമ്മീൻ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരിക. അപ്പൊ അതിന് തക്കതായ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് പഠിക്കുക. അപ്പൊ അതിന് തക്കതായ രീതിയിൽ നമ്മൾ ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ നോവലിൽ നിന്നുള്ള ചെറിയ ചെറിയ വരികളും കൂടെ വെച്ച് നമ്മൾ ഉത്തരം കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ എന്താണ്, ചെറുകഥകളുടെ 2 ബുക്കുകളാണുള്ളത്. ഒന്ന് വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിൽ നമുക്ക് 4 ചെറുകഥയാണുള്ളത്. വാനപ്രസ്ഥം എന്നുള്ള ബുക്കാണ് വാങ്ങേണ്ടത്. അതിൽ ഒരു ചെറുകഥയാണ് വാനപ്രസ്ഥം. അത് കൂടാതെ 3 ചെറുകഥകൾ കൂടിയുണ്ട്. അങ്ങനെ 4 ചെറുകഥകൾ ഉൾപ്പെടുന്നതാണ് വാനപ്രസ്ഥം എന്നുള്ള ബുക്ക്. ചെറുകഥാ സമാഹാരമാണത്. ആ കഥാസമാഹാരം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കഥകൾ ഉള്ളതാണ്. അപ്പൊ വാനപ്രസ്ഥം എന്നുള്ള ബുക്കിൽ നമുക്ക് 4 ചെറുകഥയുണ്ട്. ഹിഗിറ്റ എന്നുള്ള ബുക്കിൽ ചെറിയ 7 ചെറുകഥകളാണുള്ളത്. ചെറുതാണ്, ഇതെല്ലാം ചെറുകഥ എന്ന് പറയുമ്പോൾ തന്നെ ചെറുതാണല്ലോ, ചെറിയ കഥയല്ലേ.
അപ്പൊ വാനപ്രസ്ഥത്തിൽ 4 കഥകളാണുള്ളത്. MTയുടെ കഥകളാണ്. അതുപോലെ തന്നെ ഹിഗിറ്റ എന്ന് പറയുന്ന ഒരു ചെറുകഥയുടെ ബുക്ക് ഉണ്ട്, NS മാധവന്റെയാണ്. അതിൽ നമുക്ക് 7 ചെറിയ കഥകളാണുള്ളത്. ഈ 2 ചെറുകഥാ സമാഹാരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് അതൊക്കെ ചെറിയ ചെറിയ ബുക്കുകളാട്ടോ. ആകെ എത്ര പേജേ ഉള്ളൂ, എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ആകെ വാനപ്രസ്ഥത്തിലൊക്കെ ആകെ എത്ര പേജേ ഉള്ളൂ? 95 പേജേ ഉള്ളൂ വാനപ്രസ്ഥം. ഹിഗിറ്റ എന്ന് പറയുന്നത് ആകെ മൊത്തം ബുക്കാട്ടോ പറഞ്ഞത്. ഹിഗിറ്റ എന്ന് പറഞ്ഞത് 99 പേജേ ഉള്ളൂ. ഇനി അടുത്തതാണ് ക്രൈം എന്ന് പറയുന്നത്. ക്രൈം എന്ന് പറഞ്ഞ ഒരു നാടകമാണ്. ക്രൈം എന്ന് പറയുന്നത് ആകെ 80 പേജേ ഉള്ളൂ. അതൊരു നാടകമാണ്. CJ തോമസിന്റെ ഒരു നാടകമാണ്. വെറും 80 പേജ് മാത്രമുള്ള ഒരു ബുക്കാണ് അത്. ചെറിയ ബുക്കാണ്. അതൊക്കെ വേഗം വായിച്ചിട്ട് ഒറ്റൊരു ഇരിപ്പിന് വായിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രൈം എന്ന് പറഞ്ഞൊരു നാടകം നമുക്ക് പഠിക്കാം. അപ്പൊ നാടകം എന്നുള്ള നാടകത്തിന്റെ വളർച്ച നമ്മൾ പഠിക്കുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു നാടകം നമുക്ക് പഠിക്കാനുണ്ട്. CJ തോമസിന്റെ ക്രൈം എന്ന് പറഞ്ഞ നാടകം. 1128 ക്രൈം 27, അതാണ് കംപ്ലീറ്റ് പേര്. നമ്മൾ അതിനെ ക്രൈം എന്നാണ് പറയുക. അപ്പൊ ഒരു നാടകമാണ് പഠിക്കാനുള്ളത്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 6 ഒരു നിരൂപണം. നിരൂപണം എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം അല്ലെ. ഒരു നിരൂപണമാണ്. ഭാരത പര്യടനം എന്ന് പറഞ്ഞാൽ കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു നിരൂപണമാണ്. ഇതിൽ പറയുന്നത് എന്താണ്? മഹാഭാരത കഥാപാത്രങ്ങളെയാണ്. അപ്പൊ മഹാഭാരതത്തിൽ നമ്മൾ ഭീഷ്മപർവത്തിലൊക്കെ, അതായത് എഴുത്തച്ഛന്റെ മഹാഭാരതത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മഹാഭാരതത്തിന്റെ കഥ പറഞ്ഞുതരും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഭാരത പര്യടനം പഠിക്കാൻ എളുപ്പമാണ്. കാരണം കഥ നിങ്ങൾക്കറിയാം. ആ കഥ വെച്ചിട്ട് പിന്നെ ഭാരത പര്യടനം വായിച്ചാൽ മതി. അപ്പൊ ഭാരത പര്യടനത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കഥയും അതിന്റെ ക്രിറ്റിസിസവും പറയുന്നുണ്ട്. അപ്പൊ അതിലുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, ഇപ്പൊ കർണൻ, അതുപോലെ തന്നെ ദുര്യോധനൻ, അതുപോലെ തന്നെ എന്താണ് അർജുനൻ പോലെയുള്ള കുറച്ച് കഥാപാത്രങ്ങളെ എടുത്തിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് ഭാരത പര്യടനം എന്ന് പറയുന്നത്. ഭാരത പര്യടനം നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ഇതൊരു ബയോഗ്രഫിയാണ്, അതായത് ജീവചരിത്രം. ഇപ്പൊ അടുത്ത് മരിച്ചു പോയതാണ് MK സാനു എന്ന് പറയുന്ന എഴുത്തുകാരന്. ഇപ്പൊ അടുത്താണ് മരിച്ചത് കേട്ടോ, 2 മാസത്തിനകത്ത് മരിച്ചത്. അപ്പൊ പുള്ളി എഴുതിയിട്ടുള്ള ചങ്ങമ്പുഴയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്രമാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അപ്പൊ നമ്മൾ ഓൾറെഡി ചങ്ങമ്പുഴയെ കുറിച്ച് പേപ്പർ 1 പഠിക്കുന്നുണ്ട്. ആ ചങ്ങമ്പുഴയെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് MK സാനു എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്രം, ബയോഗ്രഫിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അപ്പൊ അതിൽ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് MK സാനു ചങ്ങമ്പുഴയെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതാണ് നമുക്ക് ചോദിക്കാം. അപ്പൊ ചങ്ങമ്പുഴ എന്ന കവിയെക്കുറിച്ചും ചങ്ങമ്പുഴ എന്ന വ്യക്തിയെക്കുറിച്ചും എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട്, എത്രത്തോളം സത്യസന്ധമായിട്ട്, ഹോണസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, അതാണ് നമുക്കത് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ആ ബുക്കിനെ കുറിച്ച് എഴുതേണ്ടത്. ദെൻ ലാസ്റ്റത്തത് ബയോഗ്രഫിയാണ്, അതായത് ആത്മകഥയാണ്. ഒരു സാമൂഹിക നവോത്ഥാന നായകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. അതായത് നമ്പൂതിരി സമുദായത്തിലെ ഒരുപാട് ജീർണതകളെ കുറിച്ച് തുറന്നെഴുതുകയും ഒരുപാട് മാറ്റങ്ങൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടാവാൻ കാരണക്കാരനാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് VT ഭട്ടതിരിപ്പാട്. അപ്പൊ ആ VT ഭട്ടതിരിപ്പാട് എന്ന വ്യക്തിയുടെ ആത്മകഥയാണ് കണ്ണിരും കിനാവും. അപ്പൊ ആ ആത്മകഥയിൽ VT തന്റെ സ്വന്തം അനുഭവങ്ങളെ എത്രത്തോളം സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്നാമതായിരുന്നു വരുന്ന ചോദ്യം. അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും ഒക്കെ പരിശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കണ്ണിരും കിനാവും എന്നുള്ള ആത്മകഥ നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച അതെങ്ങനെയാണ് നമുക്കിന്ന് കാണാം. കാരണം VTയുടെ ചെറുപ്പകാലത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആത്മകഥയാണ് കണ്ണിരും കിനാവും. അദ്ദേഹത്തിന് വേറെയും ആത്മകഥയുണ്ട് വളർച്ചയുടെ കാലഘട്ടത്തിലൊക്കെ അല്ലേ. അപ്പൊ ആ ചെറുപ്പത്തിലെ VTനെ എത്രത്തോളം ഒരു സാമൂഹിക നായകൻ എന്നുള്ള രീതിയിൽ, സാമൂഹിക പരിഷ്കർത്താവ് എന്ന രീതിയിൽ സ്വാധീനിച്ചു, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരിക. അദ്ദേഹം വിദ്യാഭ്യാസം നേടണം എന്ന് ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ബുക്കാണത്. കണ്ണിരും കിനാവും ആകെ എത്ര പേജാണുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ആകെ ഒരു 110 പേജാണുള്ളത്. അപ്പൊ അത് വരുന്ന സമയത്തും അത്ര ഇതേ ഉള്ളൂ, ഒറ്റ ഇരിപ്പിനെ വായിച്ചു തീർക്കാവുന്ന ഒരു ബുക്കാണ്. ആ ബുക്കിൽ നിന്നും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും. സത്യസന്ധമായിട്ടാണ് ബുക്ക് എഴുതിയിട്ടുള്ളത്, അതിൽ VT എന്നുള്ള ചെറിയ കുട്ടി എങ്ങനെയാണ്, അതുപോലെ തന്നെ VTയുടെ സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്, കണ്ണിരും കിനാവ് എന്നുള്ള വാക്ക്, ആ ഒരു ടേം, ആ ഒരു ടൈറ്റിൽ എത്രത്തോളമാണ് ആപ്റ്റി ആവുന്നത്, അദ്ദേഹത്തിന്റെ കണ്ണീര് എങ്ങനെയായിരുന്നു, അദ്ദേഹം കിനാവ് കണ്ടത് എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസിൽ നിങ്ങളിപ്പോൾ മലയാളം ഓപ്ഷനിൽ എടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരേ ഒരു ബുക്ക് എന്ന് പറയുന്നത്, ഒരേ ഒരു ബുക്കല്ല, വാങ്ങിക്കേണ്ട ബുക്കുകൾ എന്ന് പറയുന്നത് ഈ സെക്ഷൻ ബിയിലുള്ള നോവലുകളും ചെറുകഥകളും മാത്രമാണ്. ചെറുകഥകളും ഈ ബുക്കുകളുമാണ്. ചങ്ങമ്പുഴ, അതുപോലെ തന്നെ കണ്ണിരും കിനാവ്, അങ്ങനെയുള്ള ബുക്കുകളാണ്. മൊത്തത്തിൽ 9 ബുക്കുകളാണ് ഉണ്ടാവുക. അത് പതിയെ പതിയെ വാങ്ങിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, കവിതകളൊക്കെ നിങ്ങൾക്ക് വരികൾ തരും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോട്ടായിട്ട് തരും, നമുക്ക് ക്ലാസ് നോട്ടായിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ഞാൻ എന്ത് പറഞ്ഞു, സിലബസ് പറഞ്ഞു തന്നു, അതുപോലെ തന്നെ മലയാളം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു, സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നു അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് സിലബസിനെ കുറിച്ച്
പറഞ്ഞു തന്നതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് സിലബസാണ് പറഞ്ഞു തന്നത്. ഇത് ഇത്രയും പറഞ്ഞു തരാൻ കാരണം ഇത് പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടി. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഏത് ഓപ്ഷണലിന്റെ സിലബസ് എടുക്കുമ്പോൾ നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണ് ഉണ്ടാവുക. അല്ലാണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാം പഠിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലാസ്സിന് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കേൾക്കാത്ത കാര്യങ്ങളെ അറിയാത്ത കാര്യങ്ങളെ പഠിപ്പിക്കാനാണ് നമ്മൾ ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? സിലബസ് എത്രത്തോളം ചെറുതാണെന്നുള്ളതും ആ ചെറുതിൽ തന്നെ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ സിലബസ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തി തന്നത്. പിന്നെ എങ്ങനെ പഠിക്കണം എന്ന് പറയാനുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളെ ഉള്ളിലേക്ക് തട്ടി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാം. നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്, ഒരു 7 മിനിറ്റിന്റെ അടുത്ത് സമയമുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അത് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓഡിയോ ഓൺ ആക്കിയിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡൗട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ചോദിക്കാം. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്തുമായി ഈ ക്ലാസ്സിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അടുത്ത 2 ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിക് ആയിരിക്കും. ഏതെങ്കിലും ടോപ്പിക്കിനെ എടുത്തിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് പഠിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് കംപ്ലീറ്റ് ക്ലാസ് ആണ് നാളെ മുതലുള്ളത്. അപ്പൊ ആദ്യത്തെ 2 ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കയറാവുന്നതാണ്. ആ ക്ലാസ്സും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വിലയിരുത്തിയാൽ മതി ആ ക്ലാസ്സും കൂടെ എങ്ങനെയുള്ളതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 2 ക്ലാസ് കംപ്ലീറ്റ് പഠനമായിരിക്കും. അത് നിങ്ങൾ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ലെക്ചർ നോട്ട് ഉണ്ടാവണം. ലെക്ചർ നോട്ട് വെച്ച് നിങ്ങൾ നോട്ട് എഴുതിയിട്ട് പഠിക്കാനുള്ളതാണ്. ആ പഠിക്കുന്ന കാര്യം എന്താണോ ആ ടോപ്പിക്ക് നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകണം. പിന്നീട് നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സമയമില്ല. കാരണം GS എല്ലാം പഠിക്കാനുണ്ടല്ലേ. നമുക്ക് ഓപ്ഷണൽ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ പറയും. അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കേൾക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് കേൾക്കുക, അപ്പൊ തന്നെ പഠിച്ചു പോവുക. പിന്നെ നിങ്ങൾക്ക് ആകെ ഉണ്ടാവുന്നത് അത് പഠിച്ചിട്ട് അതിന് ഉത്തരം എഴുതാൻ വേണ്ടി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ പഠിക്കുന്ന രീതിയിൽ ഇരിക്കണം നിങ്ങൾ. അപ്പൊ നാളെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് വേണം, നോട്ട് ഉണ്ടാവണം, നോട്ടും പേനയും ഉണ്ടാവണം, ലെക്ചർ നോട്ടൊക്കെ എഴുതാനുള്ളത് കേട്ടോ. അതാണ് നാളത്തെ ക്ലാസ്സിലേക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ഡൗട്ട് ചോദിക്കുന്നതിന് മുമ്പ് പറയാനുള്ളതാണ്. പിന്നെ നമ്മളിന്ന് സിലബസ് ഒക്കെ എടുത്തു. നാളെ ടോപ്പിക് ഏതാണെന്ന് ഞാൻ പറയണ്ടേ, നാളെ ക്ലാസ് എടുക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് സിലബസ് ഒക്കെ എടുത്തു. ഇതുവരെയുള്ളത് ഓപ്ഷണലിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും ഓപ്ഷണൽ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതും മലയാളം ഓപ്ഷണലിന്റെ അഡ്വാൻറ്റേജും മലയാളം ഓപ്ഷണലിന്റെ സിലബസും, ഇത്രയും കാര്യമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാം. ഞാൻ നമ്പർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാറ്റ് ബോക്സ് എല്ലാവർക്കും കാണാമല്ലോ. (8075552370) കേട്ടോ. ആണ് എന്റെ നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ഇത് പഠിക്കേണ്ടത് റെഫർ ചെയ്യേണ്ട ബുക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ റെഫർ ചെയ്യേണ്ട, അത് എന്നോട് നേരത്തെ അബു ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, റെഫർ ചെയ്യേണ്ട, പുറത്തുനിന്ന് റെഫർ ചെയ്യേണ്ട ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് പേപ്പർ 1 ഞാൻ പറഞ്ഞു കുറേയും കൂടെ തിയറി ബേസ്ഡ് ആണല്ലേ. അപ്പൊ തിയറി ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, കുറേയൊക്കെ നോട്ട് പ്രൊവൈഡ് ചെയ്യും. 2 ക്ലാസ്സിൽ ലെക്ചർ നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനനുസരിച്ചാണ് ക്ലാസ് തരിക. അപ്പൊ ആ ക്ലാസ്സിൽ ലെക്ചർ നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. സോ ഒരുപാട് എക്സ്ട്രാ മെറ്റീരിയൽസ് റെഫർ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരൂല. കാരണം ആ എക്സ്ട്രാ മെറ്റീരിയൽസും കൂടെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ നോട്ട് ഉണ്ടാക്കുക. സോ നിങ്ങൾക്ക് എക്സ്ട്രാ മെറ്റീരിയൽസ് റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിന് കൂടെ നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മൾ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുന്ന പഠനങ്ങൾ ഉണ്ടല്ലോ. ഞാൻ ലൈബ്രറി പോയിട്ട് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ ഒക്കെയാണെന്ന് തോന്നുന്നത്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വായിക്കേണ്ടതാണെന്ന് തോന്നുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എഴുത്തച്ഛനെ കുറിച്ച് ചിലപ്പോൾ ഒരു 10 പഠനം ഉണ്ടാവും. ആ 10 പഠനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമാണ് പോകുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കോളർ ആവുക എന്നതല്ല. ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ 500 മാർക്കിൽ ഒരു 300 മാർക്കിന്റെ അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലേൺഡ് പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്ററിനെ ബോധിപ്പിക്കാൻ കഴിയണം. അത്രേ ആവശ്യമുള്ളൂ. സോ നിങ്ങൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി, അതിനനുസരിച്ച് പഠിച്ചാൽ മതി, അതിനനുസരിച്ച് വായിച്ചാൽ മതി. അവിടെ നിങ്ങൾ ഒരുപാട് സമയം എക്സ്ട്രാ മെറ്റീരിയൽസ് വായിച്ച് കളയുമ്പോൾ നിങ്ങളുടെ GS-നുള്ള പഠനത്തെയും കൂടെ ബാധിക്കും. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും എക്സ്ട്രാ മെറ്റീരിയൽസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നതിനെ ഫോട്ടോ എടുത്തിട്ടോ സ്കാൻ ചെയ്തിട്ടോ PDF ആക്കിയിട്ടോ ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിക്കും. അത് പേപ്പർ 1-നാണെങ്കിലും പേപ്പർ 2-നാണെങ്കിലും. ഇനി പേപ്പർ 2-ന്
കുറേയും കൂടെ നമ്മുടേതായിട്ടുള്ള ആ ബുക്കുകൾ വായിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഞാൻ അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കുറേ പഠനങ്ങൾ നിങ്ങൾക്ക് പ്രിന്റുകളായിട്ട് PDF-കളായിട്ട് നിങ്ങൾക്ക് കയ്യിൽ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ പിന്നെ PDF-കളിൽ തന്നെ നിങ്ങൾ വായിക്കേണ്ട പോർഷൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഭാഗങ്ങളൊക്കെ വായിച്ച് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉത്തരത്തിലേക്ക് അത് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ക്ലാസ് എക്സ്ട്രാ സാധനങ്ങൾ റെഫർ ചെയ്തിട്ടാവും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പൊ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ലെക്ചർ നോട്ട് ചെയ്തിട്ട് ആ നോട്ട് നന്നായിട്ട് കൊണ്ടു നടക്കുക. അതുപോലെ തന്നെ കുറേയൊക്കെ നോട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് കിട്ടും. കൂടെ നല്ല നല്ല പഠനങ്ങൾ നിങ്ങൾക്ക് സ്കാൻഡ് കോപ്പികളായിട്ടും കിട്ടും. ഇത്രയുമാണ് നമുക്കുള്ളത്. ഇനി ഇതിന് പുറമെ എന്തെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ എക്സ്ട്രാ റെഫർ ചെയ്യേണ്ടത് നിർബന്ധമാണെങ്കിൽ മാത്രം ആ ബുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം ഈ എല്ലാ ബുക്കുകളിൽ നിന്നുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോപ്പികൾ സ്കാൻഡ് കോപ്പികളാക്കിയിട്ടൊക്കെ അയച്ചു തരിക. അതല്ലാണ്ട് എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ വായിക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞു തരികയും ചെയ്യും. അപ്പൊ ഒരുപാട് എക്സ്ട്രാ പുറത്തുനിന്ന് വായിച്ച് അതിനുവേണ്ടി സമയം കളയണ്ട. പകരം എന്തൊക്കെ വായിക്കണം എന്നുള്ളത് നമ്മൾ ഇട്ട് തരും കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സ്ട്രാ നോക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാളത്തെയും മറ്റന്നാളത്തെയും ക്ലാസ് നിങ്ങൾക്ക് ടോപ്പിക് ആണ്, കണ്ടന്റ് ആണ്. അപ്പൊ നോട്ടും പെന്നുമായിട്ട് വരിക, നല്ല ഫോക്കസ്ഡ് ആയിട്ട് ക്ലാസ്സിലിരിക്കുക കേട്ടോ. വേറൊരു ഡൗട്ടും ഇല്ലാന്ന് ചോദിക്കുന്നു. ഫാത്തിമ, ജോൺ, കാർത്തിക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ. അതെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.